യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം. അല്ലാഹു തആല വസലാമുഹു അലാ നബിയിനാ വഅലൈഹിം അജ്മഈൻ. خصوصا إلى حضرة سيدنا القطب الرباني والغوث الأعظم الصمداني والمحبوب السبحاني ملاذنا وسيلتنا سيد محي الدين عبد القادر الجيلاني قدس الله سره. إلى حضرة شيخنا شيخ المشارق والمغارب السيد أحمد الكبير الرفاعي قدس الله سره. وإلى حضرة قطب الأوان غوث الزمان جميع من تحت دائرته أصحاب النابة ورجال الغيب قدس الله أسرارهم وقال علينا أنوارهم. وإلى حضرات آبائنا وأمهاتنا ومشايخنا وأساتذتنا اللهم اغفر لهم وارحمهم واعف عنهم وتقبل حسناتهم وتجاوز عن سيئاتهم واجمع بيننا وبينهم في ذلك دار السلام. اللهم بحقهم جاههم اشف أمراضنا وأمراض مرضانا يا شافي الأمراض. اللهم بحقهم جاههم يسر لنا أمورنا مع راحة قلوبنا وأبداننا السلامة والعافية في ديننا ودنيانا. وكلنا صاحبا في سفرنا وخليفة في أهلنا وطمن سلا وجوه أعدائنا. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، سلام على المرسلين والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشاء لم يكن. لا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. يا أيها الناس إن كنتم في ريب من البعث. ദീർഘമായ പ്രസംഗമാണല്ലോ എന്നിപ്പോ മിലിയന്മാർ മനസ്സിലാക്കി കഴിഞ്ഞു. إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا. وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير. صدق الله العلي العظيم. صدق الله ورسوله النبي الكريم ونحن على ذلك من الشاهدين. ഞാൻ രണ്ടാം ദിവസവും മൂന്നാം ദിവസത്തെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മൾക്ക് മരണമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. മരണത്തെപ്പറ്റി ആരും നിഷേധിക്കത്തില്ല. അത് മരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എപ്പോഴാണെന്ന് തിട്ടമില്ല. പക്ഷെ ആ സമയത്തിലുള്ള കാല ദൈർഘ്യത്തെ പറ്റിയുള്ള തെറ്റിദ്ധാരണയാണ് പിന്നെ തെറ്റ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഉണ്ട്, ഇച്ചിരി കൂടെ പോട്ടെ, നന്നാകാൻ സമയമുണ്ട് അല്ലേ? അതാണ് മരണം. മരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതിന് സമയമൊന്നുമില്ല, സ്ഥലമൊന്നുമില്ല. എപ്പോഴും മരിക്കാൻ സാധ്യതയാണ്. മരിക്കാൻ അല്ലാഹു തആല നിശ്ചയിച്ച സമയത്ത് قل لو كنتم في بيوتكم لبرز الذين كتب عليكم القتل إلى مضاجعهم. ഉഹദിൽ നിന്ന് ചിലരോട് പേടിച്ചോടിപ്പോയപ്പോ അങ്ങനെ പറഞ്ഞ മരണം ഭയന്നാരും പോകണ്ട. മരണം
അല്ല, പോയവര് വന്ന് പുറത്ത് പറഞ്ഞു, ഇവിടെ വീട്ടിലെങ്ങാടെ ഇരുന്നെങ്കിൽ ആളുകൾ മരിക്കുമായിരുന്നോ എന്ന് മുനാഫിക്ക് ചോദിച്ചപ്പോൾ അതിന് മറുപടി വന്നു. മരണം എവിടെ ഇരുന്നാലും എത്ര വലിയ ഉറച്ച കോട്ടയുടെ അകത്തിരുന്നാലും മരണം ആ സമയത്ത് സംഭവിക്കുക തന്നെ. എവിടെ നിന്നാണോ ഒമാത്തതിരി നഫ്സും മാതാത്തക്ഷോതാ ഒമാത്തതിരി നഫ്സും ബിഐ അർളി തമൂത്ത്. എവിടെ വെച്ച് മരിക്കുമെന്ന് ഒരുത്തർക്ക് ഞാൻ അറിവ് കൊടുത്തിട്ടില്ല, എപ്പോഴും മരിക്കുമെന്ന് ഞാൻ അറിവ് കൊടുത്തിട്ടില്ല. മുമ്പ് പഴയ കാലത്തൊക്കെ മലക്കുൽ മൗത്ത് ഇസ്രായേൽ നേരെ വന്ന് റോഡ് പിടിക്കും, ആളുകൾ കാണച്ചെയ്തു. അത് മനസ്സിലായി. അത് നല്ല പരിപാടി നല്ലതാ. കാരണം കാണുമ്പോഴെങ്കിലും നമ്മളത് നന്നാകുമല്ലോ അല്ലേ? പക്ഷെ അത് രക്ഷയോട്ടെന്ന് തോന്നുന്നില്ല. ഫലമ്മാറാവു ബസല ഖാലു ആമന്നാ ബില്ലാഹി വഹ്ദഹു വകഫർനാ വമാ കുന്നാ ബിഹി മുശ്രികീൻ വലം യകുൻ ഫഅഹും ഈമാനുഹും ലമ്മാറാവു ബസല. നമ്മുടെ അദാബ് കാണാൻ തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് ഇസ്രായേലിനെ കാണുന്നത് അദാബ് കണ്ട ഫലമാണ് അല്ലേ? അപ്പോഴത്തെ ഈമാൻ കണക്കിലെടുക്കില്ല എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് ആളുകളെല്ലാം നേരെ മലക്കിനെ നേരെ വന്ന് പിടിക്കുക. അത് ഭയങ്കര ചീത്തയായി മലക്കിന്. ഒരു ദിവസം അള്ളാഹു തആല മലക്ക് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, നിന്റെ ഈ ജോലിയും എനിക്ക് വയ്യ, അതിന്റെ മാസപ്പടി എനിക്ക് വേണ്ട, അതുകൊണ്ട് ആരെങ്കിലും ഏൽപ്പിച്ചോ. നീ പറഞ്ഞിട്ടാ ഞാൻ ആളുകളെയൊക്കെ കൊല്ലുന്നത്, പക്ഷെ തെറി പറയുന്നതല്ല എന്നെ. എന്ത് വെച്ചോളാ, നീ പറയാ ഞാൻ പിടിക്കുന്നു. തെറി നിന്നെയല്ലേ പറയുന്നത്, പക്ഷെ എല്ലാവരും എന്നെയാ പറയും. അതുകൊണ്ട് ഈ ഇടപാട് നമുക്ക് ആരെങ്കിലും ഏൽപ്പിച്ചു. അത് പറ്റത്തില്ല, നിന്നെ തന്നെയാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നീ തന്നെ പിടിക്കണം. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും. തെറി പറയുന്നു, വെറുതെ ആരാണ്ട് റൂഹ പിടിച്ച എന്നിട്ട് എന്നാ ഒരു കാര്യം ചെയ്യുന്ന പോലെ ഞാൻ പണി കിട്ടുകയില്ല. നീ കണ്ണിൽ നിന്ന് ഹിജാബുനൽ ബസ്വായു, കണ്ണിൽ നിന്ന് മറഞ്ഞു പോകാം, ആരും കാണത്തില്ല. നീ എന്ന് റൂഹ് പിടിച്ചുകൊണ്ട് വരുന്നൊരു മനുഷ്യൻ കാണും. അതിനവൻ മരിക്കാൻ കാരണം ഞാനൊരു സബബിനൊരു രോഗവും കൊടുത്തേക്കാം. അവിടുന്ന് ആ മരിച്ചെന്താ ടൈഫോയിഡ്, അവിടെ മരിച്ചെന്താ ക്യാൻസറായിരുന്നു. മുമ്പ് അങ്ങനെയല്ല, ആ ഇസ്രായേലും മലയാളി പോകുമെന്ന് റൂഹ് പിടിച്ചോണ്ട് പോയെന്നാ പറയുക. അവനെ കൊണ്ട് തോറ്റ്. മലപ്പുറത്തുകാരാണെങ്കിൽ ഞങ്ങൾ പറയാം, നായിന്റെ മോനെ കൊണ്ട് തോറ്റ് എന്ന് പറയും. അവിടുത്തെ നിങ്ങളുടെ ഭയങ്കര തെറിയ, ഞങ്ങളിവിടെ കേൾക്കുന്ന തമാശ. ഞങ്ങളിവിടെ നായിന്റെ മോനെന്ന് പറഞ്ഞാൽ അവിടെ ആരും ഗവനിക്കത്തില്ല. അപ്പൊ അല്ലെങ്കിൽ പട്ടിന്ന് വിളിക്കുന്നു. അപ്പൊ പട്ടി എന്ന് പറഞ്ഞാൽ ഗൗരവ. നെയ്തിന്റെ മോനെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നിക്കുന്നു. അപ്പോ അങ്ങനെ ആ നടപടി നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത്, സുലൈമാൻ നബിയുടെ കാലത്താണ് ഇസ്രായേലിനെ കണ്ട ഒരാള്. അപ്പൊ അയാൾ മൂപ്പരെ ഒന്ന് നല്ലോണം നോക്കി അരിവനെ. അപ്പൊ ഇയാൾക്ക് സംശയം, എന്താ ഇയാളെന്ന് എന്നെ തറപ്പിച്ച് നോക്കി, എന്താ സംതിങ് ഇസ് റോങ്, എന്തോ കുഴപ്പമില്ല, ഇയാൾ എന്നെ നോട്ടം ഇട്ടുള്ളൂ എന്ന് മനസ്സിലായി. ഇയാളൊരു ഒറ്റ ഓട്ടം ഒരു സുലൈമാൻ നബി എടുത്തിരുന്നു പറഞ്ഞു, നബിയെ ഇസ്രായേൽ എന്നെ നോട്ടം ഇട്ടുള്ളൂ, എനിക്കിപ്പോ വളരെ മരിക്കാനൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, അതുകൊണ്ട് അല്പം ഒരു താമസം കിട്ടണം, അത് അത്യാവശ്യം. ഏട്ടാ വിഫലം കേട്ടവന് മൗത്തിനെ തൊട്ട് ആർക്കും താമസം തരാൻ എളുപ്പമാണ്. അതൊന്നും എനിക്ക് കേൾക്കേണ്ടത്. ഞങ്ങൾ വിചാരിച്ച എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കുന്നത്. എന്താ ഇവനീ പറയും, ഇവന് വട്ടഭ്രാന്താണോ? മൗത്തിനെ തൊട്ട് അന്ന് ഖുർആൻ അവർ ഓതിയില്ലെങ്കിലും ആ അർത്ഥത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നടക്കുന്ന കാര്യമല്ല. താങ്കൾ വിചാരിച്ചാൽ എന്നെ ഇവിടുന്ന് ഒരു 10,000-50,000 കിലോമീറ്റർ മല മൈൽ ദൂരെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ദ്വീപി കൊണ്ടുവിടാൻ വയ്യ. അതെനിക്ക് സാധിക്കും. അത് മതിയോ? അത് മതി. സ്വൈര്യത കിട്ടുമില്ല. അപ്പൊ അതാണെങ്കിൽ സാരമില്ലെന്ന് പറഞ്ഞ് കാറ്റിനോട് സുലൈമാൻ നബി കൽപ്പിച്ചപ്പോ എല്ലാം ചെയ്യുമല്ലോ. ഒരു ക്യാമറ ക്ലിക്ക് ചെയ്യുന്നതിനുള്ളിൽ 10,000-കണക്കിന് കിലോമീറ്റർ അകലെ ഒരു ജീവിച്ചെന്ന് വീണ് അവന് ഫാറഹത്ത് നഫ്സി, അവന് സമാധാനമായി. അത് ഈ കടലും വണ്ടിയൊക്കെ ചാടിക്കയറി ഇസ്രായേലിലൂടെ വരണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. അല്പം കഴിഞ്ഞ് ഇസ്രായേലിനെ സുലൈമാൻ നബി കണ്ടു. അവിടെ വെച്ച് നിങ്ങളുടെ ജോലി എന്താ? എന്റെ ജോലി നമുക്കറിഞ്ഞില്ല. ആളുകളെ റൂഹിനെയൊക്കെ പിടിക്കുക, എല്ലാം പിടിച്ചാ പോരെ, മതി. പിന്നെ നിങ്ങളെന്താ ഇന്നവനെ നിങ്ങൾ നോക്കി പേടിപ്പിച്ചിട്ട്? ഞാൻ അവനെ പേടിക്കാൻ വേണ്ടി നോക്കിയതല്ല.
അവനെ ഞാൻ നോക്കിയത് ശരിയാ. നോക്കിയതിന്റെ ഉദ്ദേശം അവന്റെ റൂഹ് പിടിക്കാൻ എനിക്ക് ഓർഡറുണ്ട്. അത് ഇന്ന ദ്വീപിൽ വെച്ച് പിടിക്കണമെന്ന് അള്ളാഹുവിന്റെ ഓർഡർ. അവൻ ഇവിടെ നിന്നാ ഞാനെങ്ങനെ പിടിക്കും? അവൻ ഇവിടെ നിന്നാ ഞാനെങ്ങനെ റൂഹ് പിടിക്കുമെന്ന് കരുതി ഞാൻ നോക്കിപ്പോയാ. അതിന്റെ ടൈമായപ്പോ ആളവിടെ ഉണ്ട്. എങ്ങനെ വന്നെന്ന് എനിക്കറിയാൻ വയ്യ. അപ്പൊ ഞാൻ അവന്റെ റൂഹും പിടിച്ചോണ്ടാ വന്നിരിക്കുന്നത്. അസയാണെങ്കിലും കാര്യം ഇതാ. അപ്പൊ അള്ളാഹുത്താല നിശ്ചയിച്ച സമയത്ത് ആ സ്ഥലത്ത് ബുയൂത്തിക്കുമുള്ള ബറസല്ലദീന കുതിബ അലൈക്കുമുൽ ഖത്ലു ഇലാ മദാജിഇഹിം, നിങ്ങൾ എവിടെ ചെന്നിരുന്നാലും നിങ്ങൾക്ക് മരണം നിശ്ചയിച്ച സ്ഥലത്തേക്ക് നിങ്ങൾ മുട്ടിട്ടടിഞ്ഞെങ്കിലും അങ്ങ് ചെല്ലും. അവിടെ ചെന്ന് തന്നെ മരിക്കും. അതാണ് മൗത്ത്. ഈ മൗത്തിനെ പറ്റിയും അതിനുശേഷമുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വിശ്വാസത്തിന്റെ ലാളിത്യമാണ്, ഇത് കട്ടിക്കുറവാണ് ഇന്ന് നമ്മളിൽ കാണുന്ന സകല തെറ്റിന്റെയും അടിസ്ഥാനം. അതാണ് ഖുർആന്റെ തലക്കൽ തന്നെ ആദ്യം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീന അല്ലദീന യുമിനൂന ബിൽ ഗൈബ്. മറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഈ ഖുർആൻ കൊണ്ട് കാര്യമുള്ളൂ. ആദ്യം തന്നെ പിടിച്ചു വാങ്ങിച്ചു പഠിച്ചു. മറഞ്ഞതിൽ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? അവർക്കെല്ലാം ഇത് കൊണ്ട് യാതൊരു കാര്യമില്ല. ആ മറഞ്ഞ ഏതാ? ബഹുത്തിന് ശേഷം ഖബർ, മഹ്ശർ, സിറാത്ത്, മീസാൻ, സിറാത്ത്, ജന്നത്ത്, നാറ്, ഇതെല്ലാം ഇതിൽ ശരിക്കും ഉറച്ച വിശ്വാസം ഇങ്ങനെയാണ് തെറ്റിക്കാൻ പറ്റില്ല. ഇതിൽ നമ്മുടെ വിശ്വാസത്തിൽ വച്ച കട്ടിക്കുറവാണ് ഇന്ന് നമ്മളുടെ ഇടയിൽ കാണുന്ന എല്ലാ കുഴപ്പത്തിനും അടുത്ത്. അത് പരിഹരിക്കാൻ നോക്കത്തില്ല. വിശ്വാസം വരണ്ടേ? ഖലീഫമാരെല്ലാം കൂടെ എടുത്ത് കൂടി ബഹുമാനപ്പെട്ട ഖലീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ് തുടങ്ങിയവരെല്ലാം കൂടി ഇരിക്കുന്ന കൂട്ടത്തിൽ മൂപ്പര് സിദ്ദീഖുൽ അക്ബർ അൽ മൗതു ബാബുൻ ഫകുല്ലു നാസി ദാഖിലുഹു, അൽ മൗതു ബാബുൻ ഫകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശഅരി ബഅദൽ മൗതി മദ്ദാറു. അൽ മൗതു ബാബുൻ ഫകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശഅരി ബഅദൽ മൗതി മദ്ദാറു. മരണം ഒരു വാതിലാണ്. ആ വാതിൽ കഴിഞ്ഞ് എല്ലാവരും കടന്നേ പറ്റൂ. അതെനിക്ക് പ്രശ്നമല്ല. മരണത്തിന് ശേഷം എന്റെ വീട് ഏതാണെന്ന് അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. സിദ്ദീഖുൽ അക്ബർ ആയിരുന്നു. കേട്ട മാതിരി രണ്ടാമൻ പറയുന്നു, അദ്ദാറു ദാറു നഈമിൻ നമിൽത ബിമാ യുർദിൽ ഇലാഹ വഇൻ ഖാലഫ്ത ഫന്നാറു. ഒരു 30 കൊല്ലത്തിന് ഇപ്പോഴത്തെ പ്രസംഗിച്ച് കാണത്തില്ല. ഇപ്പോ വണ്ണങ്ങാണ്ട് പ്രസംഗിച്ചിട്ടുള്ള അതായി തപ്പ്. അപ്പം എനിക്ക് മരണം ഒരു വാതിലാണ്. അതിൽ കഴിഞ്ഞ് എല്ലാവരും കിടക്കും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ വീട് ഏതാണെന്ന് അറിയാനുള്ള ഉത്തരാളത്തിലാണ് ഞാനെന്ന്. അങ്ങനെ വീട് ഞാൻ പറഞ്ഞുതരാം. ആരാ പറഞ്ഞത്? രണ്ടാമൻ. വീട് നിങ്ങളുടെ വീട് ഞാൻ പറഞ്ഞുതരാം. അദ്ദാറു ദാറു നഈമിൻ അമിൽത ബിമാ യുർദിൽ ഇലാഹ ഫഇൻ ഖാലഫ്ത ഫന്നാറു. നിങ്ങളുടെ വീട് ദാറു ദാറു നഈമിൻ, അത് ജന്നാത്തു നഈം, സ്വർഗം തന്നെയാണ്. എപ്പോഴും അമിൽത ബിമാ യുർദിൽ ഇലാഹ, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തത്തക്ക വിധത്തിൽ നീ പ്രവർത്തിച്ചാൽ, നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ വീട് സ്വർഗം. ആ സംശയമൊന്നും വേണ്ട. അത് മനസ്സിലായത്. അങ്ങനെ ആ പറഞ്ഞ മഹാന്മാർ ഓരോരുത്തരും മൗത്തിനെ പറ്റി ഓർക്കുകയും കരയുകയും വിഷമിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മൗത്തിനെ പറ്റി ഓർത്തിട്ട് ചിലർ ഉരുകി ഹലാക്കായി പോയിട്ടുണ്ട്. നമുക്ക് മൗത്തിനെ പറ്റി വല്ല അപ്രാളമുണ്ടോ, വിഷമമുണ്ടോ, അല്ല അധൈര്യമുണ്ടോ? എന്തായി സംഭവം? നമ്മുടെ മരണം എന്തിൽ പെടും, ഏതിൽ പെടുമെന്നല്ലോ ഓർമ്മയുണ്ടോ? കുറച്ച് ആളുകളെ ഉണ്ടെങ്കിലും നമ്മൾ മൗത്തിനെ പറ്റി എപ്പോഴും അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങളുടെ എല്ലാ സുഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന മൗത്തിനെ പറ്റി നിങ്ങൾ എപ്പോഴും ബോധവാന്മാരായിരിക്കണം. മൗത്തിനെ പറ്റി ഓർക്കണം. മരിക്കുന്ന സമയത്ത് നമ്മൾ ചൊവ്വായി മരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതിനാണ് എല്ലാവരും ഈ കിടന്ന് വിഷമിക്കുന്നത്. ഒരു സൂചിമന അതിനേക്കാൾ ചെറിയ ഒരു പോയിന്റ് തെറ്റിപ്പോയാൽ പോലെ അവന്റെ കാര്യം പോക്കല്ലേ.
ആ റൂഹ് പിരിയുന്ന സമയത്ത് നമ്മുടെ കായംകുളത്തൊരു ഉത്സാഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? അവര് ഷേട്ട് നമ്മുടെ കേരളത്തില് എന്തോന്ന് ഇവിടെ വലിയൊരു വാക്കാത്ത് സാലിഹാത്ത് പോലെ കോളേജ് വേണമെന്നുള്ള നിലയിൽ ഷേട്ട് സാഹിബ് തുടങ്ങിയതാണ്. അവിടെ ആദ്യം മൂപ്പര് കൊണ്ട് കുത്തുബി അയച്ചു കൊടുത്തതാണ് ഇബ്രാഹിം ഹുസൈൻ എന്ന അദ്ദേഹം. അവിടെ താമസിച്ച് അവിടെ വെച്ച് തന്നെ മരിച്ച് ഷേട്ട് സാഹിബ് ഇവിടെ കൊണ്ടുവന്ന് കബറടക്കുകയാണ്. ഹാജി യാക്കൂബ് ഹാജി ഹസൻ യാക്കൂബ്. ആ മനുഷ്യൻ മരിക്കുന്ന അന്നത്തെ ചരിത്രം ശിഹാബുദ്ദീൻ മുസ്ലിയാർ പോലത്തെ ഇറക്കം മുമ്പരതിൽ മീതന്മാർ മരിക്കുന്ന സമയത്ത് ഷാമാലിമിന്റെ ഇടയ്ക്ക് വിഷ ആയോ എന്ന് ചോദിച്ചില്ല. എത്ര മിനിറ്റുണ്ട്? 15 മിനിറ്റുണ്ട്. അപ്പോൾ താലിമികളോട്, താലിമികളെന്ന് വെച്ചാൽ ശിഹാബുദ്ദീൻ മുസ്ലിയാർ പോലത്തെ ആൾക്കാർ, അവരോട് പറഞ്ഞു നിങ്ങൾ എന്നെപ്പോലെ ആകണം. ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ എന്നെപ്പോലെ ആകണം എന്ന് പറഞ്ഞു. പറഞ്ഞു നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഖലാസോടുകൂടി ആയിരിക്കണം. ഖലാസ് വേണം. അഖ്ലിസ് ദീനക യക്ഫീകൽ അമലുൽ ഖലീൽ. സഹാബത്ത് ചോദിച്ചു, പറയുന്നത് സഹാബത്ത് ദിക്ർ ഹൽക്ക നടത്താറുണ്ട്. അവർക്ക് ഈ മാതിരി പണിയല്ലോ ഉണ്ടായത്, നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ സഹാബത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് പകൽ നീ 40,48,42,000 പ്രാവശ്യം ചൊല്ലി ആ സ്ഥാനങ്ങൾ അവരുടെ ഇഖ്ലാസിന്റെ വലിപ്പമാണ്. അഖ്ലിസ് ദീനക യക്ഫീകൽ അമലുൽ ഖലീൽ. ഈ ഇഖ്ലാസുള്ളവനായാൽ അല്പം അമല് മതി, അതിന് വലിയ തൂക്കം കിട്ടും. ഇഖ്ലാസ് വേണം, അത് മനസ്സിലായല്ലോ. ഇഖ്ലാസ് ഇല്ലെങ്കിൽ അവന്റെ അമല് കൊണ്ടൊരു കാര്യവുമില്ല. അപ്പൊ ആ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അവന് വലിയ, അതാണ് സഹാബത്തിനുള്ള. അവർക്ക് ഒരുപാട് ദിക്റും സലാത്തും ഒക്കെ ചെല്ലിയോന്ന് ചോദിക്കുന്നതിന് നോട്ട് ഓൺലി അത് മാത്രമല്ല, അവർക്ക് നമ്മൾ ദിക്റ് ചെല്ലിയും നോമ്പ് പിടിച്ചും സലാത്ത് ചെല്ലിയും വേണം 10 മാർക്കെടുക്കാൻ. അവരിതിനെയൊക്കെക്കാൾ എത്രയോ വലിയ ജീവനം കൊണ്ടെടുത്തിട്ട് കളിക്കുകയല്ലേ. അവരുടെ ജീവനല്ലേ. അവരുടെ ജീവനം കൊണ്ട് കൊടുക്കുക അല്ലാഹുവിന്റെ തൗഹീദിന് വേണ്ടി. അത് നമ്മളിവിടെ പള്ളിയുടെ മുകളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയല്ല അവരുടെ പണി. തൗഹീദിന് വേണ്ടി ജീവനും അവരുടെ സമ്പത്തും അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പൊ അവര് നമ്മളിപ്പോ ഈ ദിക്ർ ചൊല്ലി കൂലി ഉണ്ടാക്കുന്നതിന് പകരം അതിനേക്കാൾ എത്രയോ ഉയർന്നൊരു ജോലിയിലും നിലപാടിലുമാണ് മഹാന്മാരായ സ്വഹാബത്ത് കഴിഞ്ഞു പോയിട്ട്. അവരെല്ലാം അനുഭവിച്ചുകൂട്ടി. മൗത്തിനെ പറ്റി പറഞ്ഞാൽ എന്തെങ്കിലും വിഷയം പറഞ്ഞു വിഷയം മാറ്റിയില്ലെങ്കിൽ അവർ മുഴുവൻ ദുർബലരായിപ്പോയി. അതായി മൗത്ത് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ആർക്കും ചിന്തയില്ല. അതിനെപ്പറ്റി ആരും വാദം പറയത്തില്ല. മരിക്കുന്നത് നമ്മൾ പോയി നടന്ന് കാണുകയാണ്. ഓരോരുത്തരും കുളിപ്പിക്കുന്നത്, ചന്തൊക്കെ കൊണ്ടുവരുന്നതും എടുത്തു വെക്കുന്നതും കൊണ്ടുപോയി കവർ വെക്കുന്നതൊക്കെ നോക്കുന്നു. പക്ഷെ അതിനെപ്പറ്റി ആരും ചിന്തിക്കുന്നു. لا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. ആണ് റൂഹ് തൊണ്ടക്കുഴിയിൽ വരുമ്പോൾ വക്കീല മൻ റാഖ്. അപ്പൊ മന്ത്രിക്കുന്ന പരിപാടി ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവിടെ ഒരു മന്ത്രം കാണുന്നല്ലോ. വക്കീല മൻ റാഖ്. ഇവനെ ഒന്ന് മന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കപ്പെടുമ്പോൾ ഖുർആനിൽ തന്നെ കാണാമല്ലോ മന്ദരം. വക്കീല മൻ റാഖ്. ഇവനെ ആരാ ഒന്ന് മന്ത്രിക്കുന്നതെന്ന് ചോദിക്കൂ. റൂഹ് തൊണ്ടക്കുഴി വരുന്ന അവസരത്തിൽ ആൾ ഇവനെ ഒന്ന് മന്ത്രിച്ചാൽ ആരുണ്ട് എന്ന് ചോദിക്കുന്ന സമയം. ഒരു കാലോട് ഉരസുന്ന സമയം. അതിന് വളരെ തഫ്സീറുണ്ട്. ഒരു കാലോട് ഇങ്ങനെ ഉരക്കും ആ മൗത്തെന്ന സമയത്തെ. അങ്ങനൊന്ന് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം, ദുനിയാവിൽ നിന്ന് അവന്റെ വീടും അവന്റെ കിടക്കമുറിയും ബെഡും ഫാനും എയർ കണ്ടീഷനും ഇങ്ങനെയുള്ള ഈ ദുനിയാവിന്റെ എല്ലാ വലിപ്പവും പ്രിയപ്പെട്ട ഭാര്യയും മക്കളും കുഞ്ഞുങ്ങളും എല്ലാം ഉപേക്ഷിച്ചു പോകുന്ന ആ ദുഃഖവും നരകത്തിന്റെ അദാബിന്റെ രൂപം അവന്റെ കണ്ണിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ രണ്ട് ബുദ്ധിമുട്ടുകൾ കൂട്ടിമുട്ടുന്ന സന്ദർഭം. അങ്ങനെയുള്ള ആ സന്ദർഭം ഇവൻ നോക്കി, ഞാൻ നിന്നപ്പോഴാ റൂഹ് വിരിഞ്ഞതെന്ന് പറയാൻ വേണ്ടി അവൻ കാത്തു നിൽക്കൂ. പക്ഷേ അതിനെപ്പറ്റി അവൻ ചിന്തിക്കുകയില്ല.
فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى أيحسب الإنسان أن يترك سدى. അവനെല്ലാം കണ്ടിട്ട് അതിലൊന്നിനും വിശ്വാസമില്ല, അവൻ കരിക്കത്തുണ്ട്, നോമ്പ് പിടിക്കത്തുണ്ട്, ഒന്നുമില്ല. അവൻ ഇതൊന്നും അറിയാത്തതുപോലെ അവന്റെ വാടേ ഹാലേ പോവും. അങ്ങനെ ജീവിക്കുന്ന ഒരു വിഭാഗത്തെ പറ്റി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഔലാലക ഫൗല സുമ്മ ഔലാല, അവന്റെ കാര്യം പരിതാപകരം പരിതാപകരം. വീണ്ടും പറയുന്നു, അത് പരിതാപകരം പരിതാപകരം. അയഹ്സബുൽ ഇൻസാനു അൻ യുതറക സുദാ, മനുഷ്യനെ അങ്ങ് വെറുതെ വിട്ടേക്കുമെന്ന് അവൻ ഭാവിക്കുന്നുണ്ടോ? ഈ വായത് തന്നെ നമ്മുടെ കണ്ണിന്റെ ഉറക്കം മാറ്റത്തില്ല എന്ന് പറഞ്ഞു കേട്ടാൽ വേറെ എന്തെങ്കിലും ശാസ്ത്രവും കാര്യങ്ങളും പറയണം, എന്തെങ്കിലും രസമുള്ളൂ അല്ലേ? അതേ സമയത്ത് ആ മൗത്തിനെ പറ്റിയാണ് ഖുർആൻ മാത്രം കാര്യങ്ങൾ. വലൗലാ ബലഗത്തുൽ ഹുൽഖൂമ വഅൻതും ഹീനഇദിൻ തൻദുറൂൻ നഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. മരണം ഹാജരായ ഒരു സമീപത്ത് എല്ലാവരും കൂടെ അടുത്ത് നിന്ന് നോക്കിക്കാണുന്നു. പക്ഷേ അടുത്ത് നിൽക്കുന്നവനെ നിന്നേക്കാൾ മരിക്കുന്നവനുമായിട്ട് സമീപസ്ഥൻ ഞാനാണ്. ഇദാ ബലഗത്തുൽ ഹുൽഖൂമ വഅൻതും ഹീനഇദിൻ തൻദുറൂൻ നഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ, നിങ്ങളെക്കാൾ കൂടുതൽ ആ മരിക്കാൻ പോകുന്നവനുമായിട്ട് അടുത്ത് നിൽക്കുന്നത് ഞാനാണ് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ അപ്പൊ മൂപ്പര കാര്യം പറഞ്ഞില്ലല്ലോ, നിങ്ങൾ എന്നെ പോലെ ആകണമെന്ന് പറഞ്ഞു. എല്ലാം ഇഖ്ലാസും വേണമെന്ന് എല്ലാം പറഞ്ഞു. ഇഷാവാൻ കൊടിക്കാൻ 10 മിനിറ്റ് നിർക്കാലം ഇഷ ഒക്കത്ത് മോദിവക്കരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ടും എല്ലാം വടക്കോട്ട് തിരിഞ്ഞ് നാള് കാല് പൊക്കി കട്ടിലോട്ട് നെഞ്ച് നേരെ കബിലാട് നേരെയാണ്. അവിടെ ഇങ്ങനെ കൈ കുത്തിക്കൊണ്ടുകൊണ്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ അമിത്നി അലാ ഹാദാ തൗഹീദ്. ഷഹാദത്തിന്റെ പൂർണ്ണ രൂപം അങ്ങോട്ട് എഴുതിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ അമിത്നി അലാ ഹാദാ, ഈ തൗഹീദിനെ മേൽ എന്നെ നീ മരിപ്പിക്കൂ. അവിടുന്ന് പിറ്റേന്ന് ഷേഖ് സാഹിബ് 2 വാഹനത്തിൽ അവിടുന്ന് മയ്യത്ത് പട്ടിക്കാട്ട് ഭാഗത്തെങ്ങാണ്ടാവല ഖബർ അവിടെ കൊണ്ടുവന്നടേ. തഴവ മുനൂസ്ലിയാരെ മുപ്പരെ ശിഷ്യന്മാരിലൊരാൾ. അയാൾ വന്നപ്പം മരിക്കലും മയ്യത്ത് കൊണ്ടുപോക്കുമായിപ്പോയി. അയാൾ കിടന്ന് കുറേ നേരം കരഞ്ഞിട്ട് അപ്പം അങ്ങോട്ട് എഴുതി, മലിയറാക്കി കൈബത്തം വസഖീമ മദ്റസത്തൽ ഹസനിയ സിർതി യതീമ نيل الدماء يسيل منك سليما أسفا على الجوزاء إبراهيم رب اغفرا للشيخ إبراهيم. അങ്ങോട്ട് മദ്രസത്തിൽ ഹസനി നിനക്കെന്ത് പറ്റിപ്പോയി, നിന്നെ രോഗിണിയായി ഞാൻ കാണും, നിന്റെ കണ്ടറങ്ങൾ കഴിഞ്ഞ് നരുനദി ഒഴുകുന്നു, എന്താണ് മദ്രസയെ? നീ ആ ഇബ്രാഹിം എന്ന നക്ഷത്രത്തെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടാണോ നീ ഈ അവസ്ഥയെ? സാഹിത്യമാണ് അയാളെ. ഹസനിയ എന്ന പേര് നിന്നിൽ ആ നക്ഷത്രം പ്രസ്തവിച്ചപ്പോൾ നിനക്ക് ഹുസ്നിയ എന്ന് പേരിടേണ്ടതാണ്. ഹസനിയ എന്ന് പറഞ്ഞാൽ നല്ലതാണ്, ഹുസ്നിയ എന്ന് വെച്ചാൽ ദുഃഖിത എന്നാണ്. അങ്ങനെ പേരെണ്ണ അങ്ങനെ മൂപ്പരെ പറ്റി ഈ തഴവ എഴുതിയിട്ടുണ്ട്, മൂപ്പരെ മനാക്കുകളൊക്കെ. എന്നിട്ട് അവിടുന്ന് മൂപ്പരെ കഴിവിനെ പറ്റി പറയുന്നിടത്ത് കന്നീലി വൽ ജൈഹൂനി മിൻഹു യസീലു സൈലുൽ ഇബാറത്തിൽ അലഹുന്ന മദീലു. അത് കവിയുടെ എന്താണ്? കന്നീലി വൽ ജൈഹൂനി മിൻഹു യസീലു സൈലുൽ ഇബാറത്തിൽ അലഹുന്ന മദീലു إلا اللتين أتلتي جبريل مجبول جسم في العلوم سميما رب يغفرا കന്നീലി നൈലതി പോലെ ജയ്ഹൂനദി പോലെയും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇബാറത്തിന്റെ അറബി കിതാബിന്റെ ഇബാറത്തിന്റെ ഒലിപ്പിഞ്ഞൻ ഒലിക്കും. അതിനൊരു ഉദാഹരണമില്ല. ഇല്ലല്ലത്തേജ് 2 കാര്യം ഒഴിച്ച്. അത് 2 കാര്യം ഏതാ? ഒന്ന് അത്തല്ലത്തി ജിബിരിയിൽ കൊണ്ടുവന്ന ഒന്ന്,
മനസ്സിലായില്ല. പിന്നെ രണ്ടാമത്തത് അത് പറഞ്ഞില്ല അവിടെ. രണ്ടാമത് പറയണ്ടല്ലോ, ജുബിലിയിലൂടെ ഒന്ന് ജുബിലിയിൽ കൊണ്ടുവന്ന് പിന്നെ ഹദീസല്ലേ. അപ്പൊ ഖുർആനും ഹദീസും അല്ലാതെ അതിന് ഉദാഹരണം പറയാനില്ല. അത് കവിയുടെ വർണ്ണനയാണ്. ഇല്ലല്ലത്തി ജിബ്രീലു മജ്ബൂലു ജിസ്മിൻ ബിൽ ഉലൂമി സമീമാ. അങ്ങനത്തെ മഹാന്മാര് നമ്മുടെ മുമ്പുണ്ടായ ഒരിക്കലുണ്ടായിരുന്നു. അവരുടെയൊക്കെ സ്ഥിതി മനസ്സിലാക്കാണ് ഇന്നത്തെ പണ്ഡിതന്മാരുടെ ആല്. ഇഷാസ്കാരത്തിന് നിൽക്കുമ്പോൾ അതൊരു വരി പറഞ്ഞിട്ടുണ്ട്. താഴെ ഒരുപാടുണ്ട്. വൈദൽ മുഖീം فلا فقام طويلا والليل ليلا تاليا ترتيلا فإذا انتهى وما لأحد قيلا كأس الكميت سقوا بها تسليما. രാത്രി മൂപ്പര് കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പര് നിസ്കരിക്കും, ദീർഘമായി നിന്ന് നിസ്കരിക്കും. ചിലപ്പോൾ ഒല്ലയിലെന്താ ഒല്ലയിൽ എന്ന് സൂറത്തോതും. അങ്ങനെ ഓതിയാൽ മൂപ്പര് ഫൈദന്തഹാലി വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ. മൂപ്പര് ഓതുമ്പോൾ കൗസൽ കുമൈത്തി സുഖൂ, മൗമൂമിങ്ങൾക്ക് കുമൈത്തെന്ന മദ്യം കുടിപ്പിക്കപ്പെട്ടു പോയി. അങ്ങനെ മൂപ്പരെ അവിടുന്ന് ഹസൻ ചേർത്ത് കുളിപ്പിച്ച് മയ്യത്ത് നിസ്കരിച്ച് കൊണ്ടുപോകുന്നതിനെ പറ്റിയൊക്കെ അയാൾ എഴുതിയിട്ടുണ്ട്. മൂപ്പരൊന്നുമെല്ലാം കഴിഞ്ഞുപോയി. അത് ഹാജി ഹസൻ യഅ്ഖൂബ് സേട്ട് കഫാഹു ശറഫൻ ബിരഹ്ലതിഹി കമാ ഔസാഹു അല്ലാഹു മൗലാനാ കമാ അല്ലാഹു ഖബ്ലൽ മമാതി വബഅദഹു ബിവലീമാ. മൂപ്പര് സേഠ് സാഹിബിനെ പറ്റി പറഞ്ഞ മൂപ്പർക്ക് മതിയായ ഒരു കൂട്ടുകാരനായിരുന്നു. മൂപ്പർക്ക് മൂപ്പര് വസിയ്യത്ത് ഇതുപോലെ എല്ലാം നടപ്പാക്കുന്നതിൽ മതിയായ ഒരു കൂട്ടുകാരനായിരുന്നു ഹാജി ഹസൻ യാക്കൂബ് സേഠ്. അല്ലാഹു തആല ഇദ്ദേഹത്തെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടതുപോലെ അയാളെയും ഇഷ്ടപ്പെടട്ടെ. حملت جنازته على السيارة وحسب بأخرى خلفه قطارا. ഒരു കാറിൽ അദ്ദേഹത്തിന്റെ ജനാസ ചുമക്കപ്പെട്ടു. ഹസൻ അതിന്റെ പുറകെ മറ്റൊരു കാറിൽ അതിന്റെ പുറകെ പറന്നുകൊണ്ടിരുന്നു. കാരണം അന്ന് 3-4 സ്റ്റേറ്റ് കടന്നു വരണം. തിരുവിതാംകൂർ സ്റ്റേറ്റ് അവിടെ ചെക്കുണ്ട്. പിന്നെ അങ്ങോട്ട് കൊച്ചി സ്റ്റേറ്റ് കഴിയുമ്പോൾ ചെക്ക് ഉണ്ട്. എല്ലാം കഴിഞ്ഞുകൊണ്ടല്ലോ. സ്റ്റേറ്റ് സാഹിബ് വരുമ്പോൾ പിന്നെ അതിന് അന്ന് വലിയ നിലവാരമുള്ള കാലമല്ല. അത് നമ്മുടെ മുമ്പിൽ കണ്ട ആലിമീങ്ങളാണ്. അതുപോലത്തെ മൗത്താണ് നമുക്ക് കിട്ടേണ്ടത്. ആ പറഞ്ഞുകൊണ്ട് ഷഹാദത്തും കൊണ്ട് ചൊല്ലിക്കൊണ്ട് ഈ അഖീദയിൽ എന്നെ നീ മരിപ്പിച്ചു കൊടുത്തു. അപ്പൊ അതുപോലെ അങ്ങോട്ട് വരും. അത് പഴയ കാലം മുതൽ നടക്കുന്നത്. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മുസ്ലിയ റളിയല്ലാഹു അൻഹ വഫാത്താകാൻ പോകുന്ന രോഗം. ഷാഫി ഇമാം പോലത്തെ ആൾക്കാരൊക്കെ ഉമ്മത്തിയെ കൊണ്ട് ദ്വാരപ്പിക്കുന്ന ആളല്ലേ. അവൻ സൂക്കേട് കൂടി മൗത്തിൻ്റെതാണ്. അപ്പം ഷാഫി ഇമാം എപ്പോഴും പറഞ്ഞയക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന് അല്ലാഹു തആല ശിഫ കൊടുക്കട്ടെ എന്ന് ദ്വാരം. ഒരു ദിവസം ചെന്നപ്പോൾ അല്ലാഹു തആല ലിഖാഇനെ കാണാൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന്. ഷാഫി ഇമാമിന്റെ ഖാദിം വന്ന് ചോദിച്ചാ പറഞ്ഞു ദ്വാരുന്നു. എന്തോ ദ്വാരുന്ന എല്ലാവരും കശ്മീരിലായാലും എന്തോ ദ്വാരുന്നു. അള്ളാഹിന്റെ ലിഖാ കാണാൻ തൗഫീഖ് തരട്ടെ എന്ന്. ഓ എന്നാ കട്ടിൽ തിരിച്ചു വെച്ചോടാന്ന്. എന്നാലേ കട്ടിൽ തിരിച്ചു വെച്ചോ, നമ്മളെ തീർന്ന് എന്നാ അതാ പറഞ്ഞത്. പക്ഷെ എപ്പോഴും ചെല്ലുമ്പോൾ ശിഫ കൊടുക്കട്ടെ എന്നാ ദ്വാ ചെയ്യും. ഇതെന്ത് ഡോക്ടറാ? ഡോക്ടർക്ക് രോഗം മനസ്സിലാക്കണേ, ഇൻസ്പെക്ഷൻ, പെർക്കഷൻ, മറ്റേ ഇതെല്ലാം ഓരോന്നില്ലേ. അതേസമയത്ത് ഇത് ഒന്നും കാണാൻ മയൽക്കടക്കിന് ദൂരെ ഇരുന്നോണ്ട് പറഞ്ഞ് കട്ടിലെ തിരിച്ചു വെച്ചോളാൻ വരണേ. അതാണ് അവരുടെ ചികിത്സയുടെ കടുപ്പ്. ഇവരൊഫാത്തിന്റെ സമയമായപ്പോൾ മരണത്തിൽ നിന്ന് വൈദ്യന്മാരെല്ലാം പരിശബീവിൽ മൗത്ത് വന്ന് ഹാദിറായോത്തെ വൈദ്യ ഒരു പഴയ വയതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവായില്ലെന്ന് എനിക്കറിയാൻ വയ്യ. വൈദ്യന്നൂരത്ത് നോമ്പോഴിക്കുവാൻ തരിത്തവേരോടോതി ഞാൻ മുറിത്തിടാ സോമാനെ തനിയെ വന്നോമ്പോടുകൂടെ എന്നെ ഇപ്പോൾ താരേ. ഇതിന് വന്ന് നോമ്പൊന്ന് വിട് കിട്ടും. ശാലം മരുന്ന് കഴിച്ചാൽ ഇപ്പൊ ഇന്ന് നമുക്ക് ഈ അസുഖം മാറി കിട്ടും എന്ന് പറഞ്ഞപ്പോൾ പരിശബീവിൽ മൗത്ത് വന്ന് ഹാദിറായോ കീത്തെ വൈദ്യന്നൂരത്ത് നോമ്പൊഴിക്കുവാൻ തരിച്ചവരോടോതി ഞാൻ മുറിച്ചിടാ സോമാനെ
തനിയെ വന്നോമ്പോടുകൂടെ എന്നെ ഇപ്പോൾ താനേ നോയിപ്പൊന്നും മുറിക്കത്തില്ലടാ വൈദ്യരെ. ഇപ്പൊ ഈ നോമ്പോടുകൂടി എന്നെ മരിപ്പിക്കാൻ പഠിച്ചോ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അത് കളഞ്ഞ് നിന്റെ നോമ്പ് കൂടി നിന്റെ ഗുളിക കഴിച്ചോണ്ട് എന്റെ നോമ്പ് കളയണം. അതാ മുറിച്ചിടാ സൗമാനേ തനിയെ വന്നോമ്പോടുകൂടെ എന്നെ ഇപ്പോൾ താനേ മരണമാക്കും എന്ന് വിണ്ട് ഓതി അന്നാമാനേ മാനിതാ സൂറത്ത് തീരും മുമ്പ് ഫാത്തായാലേ. അങ്ങനെ പാട്ടി പറയുന്നുള്ളൂ. ഇത് അവരുടെ വലാക്കപ്പെടുന്ന കിതാബിലുണ്ട്. ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം, അവർക്ക് സലാമത്തിന്റെ സ്വർഗം അള്ളാഹുവിന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ ആയത്ത് വന്നപ്പോൾ ഡയറക്റ്റ് ടു ഹെവൻ, നേരെ സ്വർഗത്തിലേക്ക് പോയെന്ന് നമുക്കിവിടെ നിൽക്കുന്നവർക്ക് തോന്നും. ഇങ്ങനെയൊക്കെയാ മരിക്കേണ്ടത്. അള്ളാഹു തആല അതുപോലത്തെ വരിപ്പ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങനെ ആ മൗത്തിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ? ചിന്തിക്കാതിരിക്കുന്നവനെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് അവന്റെ കാര്യം പോക്കാണ് 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 പോക്കാണ്. അങ്ങനെ നമ്മൾ എപ്പോഴാണ് മരിക്കുന്നത് ആർക്കും പറയാനും. ഇവിടെ വായത് കേട്ടോണ്ടിരുന്ന ആളല്ലേ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയോ ഇത്ര പെട്ടെന്നാവും. ഇപ്പൊ നിൽക്കുന്നത് ഇപ്പോഴും ഞാൻ ഇവിടുന്ന് എന്റെ രാജ്യത്തെത്തുമെന്ന് എന്ത് വിശ്വാസം? എനിക്കൊരു വിശ്വാസമില്ല. ഓരോ അടി വെക്കുമ്പോൾ ഞാൻ പേടിച്ചാണ്. ഞാൻ ഉറങ്ങാൻ ചെന്ന് കിടന്നാൽ എന്റെ എല്ലാ ഔറാദുകളും കഴിഞ്ഞ് വന്നിരുമ്പോൾ ഒരു അരമണിക്കൂറിലേറെയാവും ഉറങ്ങാൻ ചെന്ന് കട്ടിലെ ഇരുന്ന് കഴിഞ്ഞ്. അവസാനം ഞാൻ പറയുന്നത് എന്റെ ഫഖർ പറയാനല്ല, നിങ്ങളത് പകർത്താൻ വേണ്ടി പറയുന്നതാണെന്ന് മനസ്സിലാക്കിക്കോളാം. അവസാനം ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നിർത്തത്തുള്ളൂ. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ആരെങ്കിലും വരികയോ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ഫോണിട്ട് വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തു പോയാൽ ഇതെല്ലാം ആവർത്തിക്കും. എല്ലാമല്ല, ഈ അവസാനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുക. അത് ഒരൊറ്റ ദിവസവും ഞാൻ കിടക്കും. എത്ര ഇവിടുന്ന് 2:30 മണിയാകുമ്പോൾ കിടക്കാൻ പോകുമ്പോൾ നിങ്ങളിവിടെ ഒന്ന് ഒളിച്ചെന്ന് കേട്ടു നോക്കും. അത്രയും കാര്യങ്ങൾ എത്രയോ കാലം കൊണ്ട് ഞാനത് ചെല്ലുന്നുണ്ട്. അത് നിങ്ങളത് പതിവാക്കണം. കിടക്കാൻ നേരത്ത് മുഅവ്വിദത്തൈനി നിർബന്ധം, ആയത്തുൽ കുർസിയും മുഅവ്വിദത്തൈനി ഓതണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കയിൽ ചെന്നിരുന്നാൽ തങ്ങളുടെ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഖുൽ ഹുവല്ലാഹു ഖുൽ അഊദു ബിറബ്ബിന്നാസ് 3 ഓതി ഓതിയിട്ട് തങ്ങളെ കൊണ്ട് കഴിയുന്നത്രയും ബുഖാരിയിൽ തന്നെ ഉണ്ടല്ലോ. ബുഖാരിയിലെ മുസ്ലിമാണ് ഐഷയുടെ റിവായത്താണ്. ഈ ബഹുമാനപ്പെട്ട നബി ചെയ്ത് പതിവായിരുന്നു എന്ന് ഐഷവി പറഞ്ഞതാണ്. അപ്പൊ അത് ഇഖ്ലാസും മുഅവ്വിദത്തൈനി ഓതണം. ആയത്തുൽ കുർസി ഓതി വലാ യഊദു ഹിഫ്ളുഹുമാ അത് 3 പ്രാവശ്യം പറയാം. അത്രയെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ട് ഈ കലിമത്ത് തൗഹീദോടുകൂടി കിടക്കണം. ഓരോ ഉറക്കമെന്ന് പറഞ്ഞ ഒരു മരിപ്പാണ്. ഇപ്പൊ മരിക്കണ്ട, അത് പിന്നെ വീട്ടിൽ അങ്ങ് പോയി കിടന്നിട്ട് മരിച്ചാൽ മതി. വീട്ടിൽ പോയിരുന്ന് ഉറങ്ങിയാൽ ഞാൻ മരിപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉറക്കം മരിപ്പായത്. അപ്പൊ അതുകൊണ്ട് ആ ഉറക്കം എന്ന് പറയുന്നൊരു യഥാർത്ഥത്തിൽ മരിപ്പല്ലേ. രാവിലെ ഈ ഉറക്കിൽ നിന്ന് ഉണരും എന്നുള്ളതിന് എന്താ നിശ്ചയം? അപ്പൊ നമ്മൾ കാര്യം ഉറപ്പിച്ചുകൊണ്ട് വേണം കിടക്കാൻ. അങ്ങനെല്ലാം ചെയ്യണം. ചെയ്യാതെ അങ്ങോട്ട് മരിച്ചു കൊണ്ടുപോയാൽ നമുക്ക് എന്താ കിട്ടുക? യൂഷ്വലിക്ക് എന്തോ കിട്ടും? ഇത്രയും സ്വത്തെല്ലാം ഉണ്ട്, എന്തോ കിട്ടും. അതിനെപ്പറ്റി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഈ പാട് മുഴുവൻ പെടുന്നല്ലോ. കാലം പിന്നെ ദുന്യാവിൽ നിന്ന് നിനക്ക് കിട്ടുന്ന ഓഹരി നീ മറന്നു കളയരുത് എന്ന് ഖുർആനിലുണ്ട്. അപ്പൊ ഓഹരി എന്താണെന്ന് കവി പറയുന്നു. നീ കാലം മുഴുവൻ അധ്വാനിച്ച് വിഷമിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൂട്ടിവെച്ചിരിക്കുന്ന സമ്പത്തിൽ നിന്ന് നിനക്ക് കിട്ടുന്ന ഓഹരി 2 കണ്ടം തുണി എന്ന് പറയുന്നത് രണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. 2 കഷം മുണ്ടും ഇച്ചിരി പഞ്ഞിയും കർപ്പൂരവും ആ ഹനൂത്ത് എന്ന് പറയുന്ന ഇത്രയും മാത്രമേ നിനക്ക് അവകാശപ്പെട്ടുള്ളൂ നിന്റെ സ്വത്തിൽ നിന്ന്. ഒരാൾ മരിച്ചാൽ അയാളുടെ സ്വത്ത് വിഹിതിക്കേണ്ട ക്രമം എങ്ങനെ? യൂസുഫ് അലി മരിച്ചാൽ യൂസുഫ് അലിയുടെ സ്വത്ത് വിഹിതിക്കേണ്ട ക്രമം എങ്ങനെ? നമ്മൾ ഓരോരുത്തരും മരിച്ചുപോയാൽ നമ്മുടെ സ്വത്ത് വിഹിതിക്കേണ്ട തർത്തീബ്, അതിന്റെ ക്രമം എങ്ങനെ?
ആ മയ്യത്തിന്റെ ചെലവിന് വേണ്ടിയുള്ളത് മാറ്റണം ആദ്യം. പിന്നുള്ളത് എന്താണ് ചെയ്യേണ്ടത്? സമ്മത്തുല്ലാദൈനുഹു, അവന് കടമുണ്ടെങ്കിൽ അത് അങ്ങോട്ട് കൊടുക്കണം. പിന്നെന്ത് ചെയ്യണം? സുമ്മത്തുനഫദ് വസ്വായാഹു, അവന്റെ വസിയ്യത്ത് മിൻ സുലുസിൽ ബാക്കി, മൂന്നിലൊന്നിൽ കവിയാത്ത വസിയ്യത്തുണ്ടെങ്കിൽ അത് മാറ്റണം. ബാക്കി വാരിസീല, പിന്നെ ബാക്കിയുള്ളത് വാരിസീലൊക്കെ പുറത്തു കൊടുക്കണം. അങ്ങനെ ഈ ജീവനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ 3 കഷ്ണം തുണി പൊതിഞ്ഞ് അട്ടരെ വെച്ച് അങ്ങോട്ട് കൂട്ടിയെന്ന് ഒരാളും കയ്യപ്പോ അത് ഇവിടുത്തെ കബർ കണ്ടോ, അപ്പേ മക്ക അവിടെ എല്ലാം കുഴിച്ചിട്ടിരിക്കുന്ന കബർ എന്ന് കണ്ടാൽ ചൊവ്വേതേര് സൗശ്യത്തുള്ള കബർ വേണ്ട സുന്നത്താണ്. ഞാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്, എന്റെ വാപ്പാടെ കബറിലെങ്ങാനും നിങ്ങളെന്നെ അടക്കാൻ ഉദ്ദേശിച്ച് എനിക്ക് പേടിയാണ്, അത് ചെയ്യുന്നത് എനിക്ക് സന്തോഷമില്ല. അപ്പാടെ അരികിൽ ഒരു അടക്കവരെ നിൽക്കുന്നുണ്ട്, അത് പള്ളിക്കാർക്ക് 100-500 രൂപ കൊടുത്താൽ അങ്ങ് മാറ്റിയാൽ മതി. മാറ്റിയാൽ വിശാലമായ ഒരു കബറിന് സ്ഥലം വാപ്പാടെ വലത്തുവശത്ത് കിട്ടും. വാപ്പാടെ കബർ തുറക്കാൻ എനിക്ക് ധൈര്യമില്ല, കാരണം ഇത്രയും വലിയൊരു മനുഷ്യന്റെ കബർ ഈ ഹമുക്ക എന്നെ അതിനകത്ത് കുഴിച്ചിടാൻ വേണ്ടി അത് തുറക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയം. അതിനെക്കുറിച്ച് എന്റെ ഭാര്യ അവരുടെ വാപ്പാടെ കബറിൽ അടക്കി, അത് മുമ്പിൽ ഒന്ന് വിളിച്ചും പോയതുകൊണ്ടാണ്. എനിക്ക് ഇന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് വന്നു മോളെ വരുന്നില്ലേ എന്ന് ചോദിച്ചു. ഇതാ പോരാൻ നേരത്ത് അമ്മുവിന്റെ അടുത്ത് പൊരുത്തം ചോദിച്ചിട്ട് പറഞ്ഞേ, ഇതാ ഇതിൽ 7-നെന്നാ അവർ മരിച്ചു. അതുകൊണ്ട് എല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചിട്ട് ആ കബറിത്തം നടക്കാൻ തീരുമാനിച്ചു. എനിക്ക് അത് ധൈര്യമില്ല. എന്റെ ഭാര്യ അതിനർഹയാണ്. ആ നല്ല ഒരു വലിയ സൂഫിയ മനുഷ്യനാണ്. അതുപോലെ അവരുടെ കബറിൽ അടക്കാനുള്ള യോഗ്യത ആരും ഇവർ സന്തോഷം ചെയ്തിട്ടില്ല. നമ്മളെ പോലെ ദൈവത്തിന്റെ നബീമത്ത് അതൊന്നും പറയത്തുമില്ല. അപ്പൊ അവർക്ക് ആ കബറിൽ അയക്കാം, എനിക്കത് പറ്റുമോ എന്നറിയില്ല, ആ പെപ്പറാളാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട് ചില സുഹൃത്തുക്കളോട്, നാട്ടിൽ വെച്ചാണെങ്കിൽ. അത് മനസ്സിലായില്ലേ? അപ്പൊ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്ന വിഷയങ്ങൾ, അതൊക്കെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പോലെ നമുക്ക് വിശ്വാസമുള്ള കാര്യങ്ങളായിട്ടാണ് ഇതെല്ലാം പറയാം. അല്ലാതെ ഊയസ്മൈനികൾ വരിക്കുക പോവുക എന്നല്ലാതെ. എന്നാ ഇപ്പൊ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ നാളെ ഒരാളും കയ്യപ്പം താഴ്ച കബറിന്റെ അകത്തോട്ട് കളിയല്ലേ നടക്കാൻ പോകുന്നത്. കൊണ്ടേതങ്ങോട്ട് വെച്ചങ്ങോട്ട് ചരിച്ചങ്ങോട്ട് വെച്ചിട്ട് വേളി പലക വെച്ച് മണ്ണിട്ട് ചവിട്ടി ഉറപ്പിച്ച് റെഡിയാക്കി ഇങ്ങോട്ട് മാറുമ്പോൾ മയ്യം കബറിൽ മറമാടി 6 അടിയെല്ലാരും മാറിയ ശേഷം മണവാളനഞ്ഞക്കിഞ്ഞിക്കാതാപുകൾ ചെയ്യുന്ന കബറിനെ മയമാക്കി അന്തിമയോളം ശാന്തമിലാക്കല്ലാ. ആര് ചിന്തിക്കുന്നു ഇതിനെ സംബന്ധിച്ച്? സന്മാർഗ ജനങ്ങളിൽ എന്നെ ചേർക്കണം റബ്ബേ, അന്തിമ നേരം സക്കറാത്തിൽ റൂഹ് പിടിക്കുന്ന വേദന മാറ്റിടണം. എന്നിൽ സദേയം ഷഹാദത്ത് മൊഴിയുവാൻ ഓർമ്മ നീ തന്നിടണം. ആരെങ്കിലും ഓർക്കുന്ന? എന്നിൽ സദേയം ഷഹാദത്ത് മൊഴിയുവാൻ ഓർമ്മ നീ തന്നിടണം. ആർക്കും ചിന്തയില്ല. അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച പടച്ചോ, നിന്റെ ഉമ്മായുടെ ഗർഭാശയത്തിൽ രൂപം നൽകിയ പടച്ചോ, ആ ഗർഭാശയത്തിൽ കൊണ്ടുവന്ന് നിന്റെ റൂഹ് നൽകിയ പടച്ചോ, ഇത്രയും നാള് നിന്നിൽ വെച്ചും അല്ലാഹു തആല ആ റൂഹിനെ ഇങ്ങോട്ട് പിടിച്ചെടുത്തു, ഖബറിലോട്ട് കൊണ്ടുവച്ചു. ഏതാനും മണിക്കൂറിന് മുമ്പ് എടുത്ത റൂഹിനെ ഉമ്മാടെ ഗർഭാശയത്തിൽ കൊണ്ടുവന്ന് തന്ന റൂഹാണല്ലോ. ആ റൂഹിനെ ഖബറിലിരിക്കുന്ന പൂർണ്ണമായി മനുഷ്യന്റെ മേത്തോട്ട് കടത്തിവിടാൻ എന്താ കഴിയില്ലേ? ആ സമയത്ത് ഖബറിൽ വെച്ചങ്ങോട്ട് ആ റൂഹിനെ നമ്മുടെ ശരീരത്തിലോട്ട് കടത്തിവിട്ട് കഴിഞ്ഞാൽ ദുനിയാവിന്റെ ശരിയായ ഓർമ്മയിലോട്ട് വന്നാൽ ആ ഒരൊറ്റ വിഷയം ഓർത്താൽ നേരം ലൈറ്റ് എന്തോന്ന് അബദ്ധം വന്ന് കറണ്ട് പോയാൽ അപ്പോഴപ്പുറത്തുനിന്ന് മരുമക്കൾ ഓടി വരും. ഭാര്യ ഉണ്ടെങ്കിൽ അവര് ഓടി വന്നിട്ട് മണ്ണെണ്ണ വിളക്ക് എപ്പോഴും വിളക്ക് നിറച്ച് എണ്ണ ഒഴിച്ചുകൊണ്ട് വെച്ചിരിക്കുക. ഒരു ബക്കറ്റ് കൊണ്ടുവരും. എന്നിട്ട് ഞാൻ കിടക്കുന്ന മുറിയുടെ വെളിയിൽ അല്ല ജനലിന്റെ അവിടെ നേരെ ഈ ബക്കറ്റ് വെച്ചിട്ട് വിളക്ക് അവിടെ വയ്ക്കും. അപ്പൊ ജനലിൽ കഴിഞ്ഞ് എനിക്ക് വെളിച്ചം കാണും. വെളിയിൽ നിന്ന് വെളിച്ചം കണ്ടിട്ട് ഞാൻ ഉറക്കത്തില്ല. എപ്പോഴാളാണ് അത് മനസ്സിലായില്ലേ? എന്നാലോചിച്ചു. ഈ ഞാൻ ഇത്രയും വിശാലമായ മുറിയിൽ കിടക്കുമ്പോൾ വെളിയിൽ നിന്ന് വെളിച്ചമില്ലെന്ന കാരണത്താൽ ഉറക്കം വരാത്ത ഞാൻ ഒരാളും കയ്യപ്പവും താഴ്ച കബറിനകത്തോട്ട് വെച്ച് തിരിയാനോ പറയാനോ പൊങ്ങാനോ താൻ അവിടെ വെച്ച് ദുന്യാവിന്റെ ഓർമ്മ ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കി.
അതാ വലൈലുൽ ഖബരി അൻസാഹും ലിലൈലി ബിഹി ഉർസുൽ മലീഹാത്തിൻ നിഖാബി. ഒക്കെ ആരിപ്പോ അതും ഇല്ല വെറുതെ അബ്ദുല്ലാഹിന്റെ കിതാബുകളായതല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവലൈലുൽ ഖബരി അൻസാഹും ലിലൈലി, ആ ലൈല് ഖബറിന്റെ ഇരുട്ടിനെ പറ്റി ഒരാൾ ആലോചിച്ചാൽ അവൻ സർവാംഗ സുന്ദരിയായ സുസ്മേരവദനയുമായി ആഘോഷിക്കുന്ന മണവറക്കാലം അവൻ മറന്നുപോകും, അവൻ ആസ്വദിക്കാറില്ല. ആ ഖബറ് അതിനെപ്പറ്റി ചിന്തിക്കണം. ആ ഖബറിൽ നമ്മൾ കഴിഞ്ഞുകൂടണം. അവിടെ നിന്ന് അല്ലാഹു തആല നമ്മളെ പുറത്തു കൊണ്ടുവരും എന്നുള്ള ഓർമ്മ വേണം. പുറത്ത് കൊണ്ടുവരുത്തില്ലെന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല പറയുന്നവനെ വിട്ടേക്ക്, അവനെ അങ്ങ് വിട്ടേക്ക്, അവനെ ഞാൻ തിരിച്ചു കൊണ്ടുവരുത്തില്ലെന്ന് പറയുന്നവനെ അങ്ങ് വിട്ടേക്കണം. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇതുപോലെ ഫതവല്ല അൻഹും യൗമ യദ്ഉ ദാഇ ഇലാ ശൈഇൻ നുക്ർ, ഖുശ്ശൻ അബ്സാറുഹും യഖ്റുജൂന മിനൽ അജ്ദാസി കഅന്നഹും ജറാദും മുന്തസിർ. അവൻ വിട്, അവനെ ഞാൻ ആ ഖബറിൽ നിന്ന് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇതുപോലെ ഖുശ്ശൻ അബ്സാറുഹും യഖ്റുജൂന മിനൽ അജ്ദാസി കഅന്നഹും ജറാദും മുന്തസിർ. കർക്കിടമാസത്തിൽ ചിങ്ങമാസം ആകുമ്പോൾ ഒരു നല്ല മഴ അങ്ങോട്ട് പെയ്യും. ആ മഴ പെയ്യുമ്പോൾ അതുവരെ ഉണങ്ങി വരണ്ടു കിടക്കുന്ന ഭൂമി, ജീവന്റെ യാതൊരു ലക്ഷണവുമില്ലാത്ത ഭൂമിയിലോട്ട് ഒരൊറ്റ മഴ അങ്ങോട്ട് നല്ലോണം പെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് സന്ധ്യയാകുമ്പോൾ ഭൂലോകം മുഴുവനും പരന്നരിക്കുന്ന പാറ്റക്കൂട്ടങ്ങളെ പോലെ ഭൂമിയിൽ നിന്ന് അവരെ ഞാൻ കൊണ്ടുവരും. അല്ലെ, നിങ്ങളൊന്ന് നോക്കിയോ, പിന്നെ ഞാൻ ഇന്നലെ തുറന്നു നോക്കിയിട്ടോടോ വല്ലതും ഉണ്ടോ? ഇന്ന് ഈ രാജ്യം മുഴുവൻ ഇവിടുന്നല്ലേ ഇറങ്ങി വരുന്നത്, എവിടുന്ന് വരുന്നെന്ന് ആർക്കെങ്കിലും അറിയാനൊക്കോ? അതാ പറഞ്ഞത് ഫതവല്ല അൻഹും യൗമ യദ്ഉ ദാഇ ഇലാ ശൈഇൻ നുക്ർ. അവർക്ക് സുഖകരമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിക്കേണ്ടവൻ വിളിക്കും. ആ സമയത്തേക്ക് വരുന്നത് അവർ കണ്ടോളും. നിങ്ങൾ വിട്ടേക്ക് നബിയേ. ഖുശ്ശൻ അബ്സാറുഹും യഖ്റുജൂന മിനൽ അജ്ദാസി കഅന്നഹും ജറാദും മുന്തസിർ. പരന്നരിക്കുന്ന പാറ്റക്കുട്ടകളെ പോലെ പുറത്തു കൊണ്ടുവരും ഞാൻ. ഇതൊക്കെ വിശ്വസിക്കാൻ നമുക്ക് എന്ത് പ്രയാസം. ഇവിടെ ശാസ്ത്രം പറഞ്ഞാലും തീർച്ചയായിട്ടും പുനർജന്മം ഉണ്ടായേ പറ്റൂ. അവരെയും നമ്മൾ കൊണ്ടുവരാതിരിക്കുന്നെങ്കിൽ അത് ന്യായമല്ല. അതിനെന്നാ ഞാൻ നിങ്ങൾക്ക് ഉറക്കപ്പോടെ ഇച്ചിരി ശാസ്ത്രം പറഞ്ഞു കേൾപ്പിച്ചുതരാം. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഭൂമി ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് 200 ലക്ഷം കോടി വരികയല്ലേ, 200 ലക്ഷം കോടി വർഷമായെന്നാണ്. അപ്പൊ 200 ലക്ഷം കോടി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കാതിലായ ഭാഗം, കാതിലായ വസ്തു എന്താണ്? നിങ്ങൾ പറഞ്ഞു. പ്രപഞ്ചത്തിൽ ഏറ്റവും കാതിലായ ഭാഗം ഏതാണ്? വസ്തു എന്താണ്? ഒന്നാമത്തെ, അതായത് പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവികൾ. ജീവികളിൽ വെച്ച് മനുഷ്യൻ. ഈ പ്രപഞ്ചം ആകെ പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ കാതിലായ ഭാഗം എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്, അല്ലേ? അതെല്ലാവർക്കും സംഭവമാണല്ലോ. അപ്പൊ ഈ മനുഷ്യനിപ്പോൾ ജനിച്ചിട്ട് 200 ലക്ഷം കോടി വർഷത്തിന് മുമ്പ് പ്ലാനിട്ട് പോയി ദൈവം. അങ്ങനെ പ്ലാനിട്ട് വടച്ചു വന്ന് മനുഷ്യൻ ജീവിക്കുന്ന ഭൂമി 200 വർഷം മുമ്പ് കണ്ട് സൃഷ്ടിച്ചു. അതിൽ ജീവന്റെ ലക്ഷണം മെനഞ്ഞാന്നുണ്ടായി. അവിടുന്ന് ജീവൻ പുരോഗമിച്ചു വന്ന് മനുഷ്യനുണ്ടായി നീ പറയുന്നു. അങ്ങനെ ഉണ്ടായ മനുഷ്യൻ 200 ലക്ഷം കോടി വർഷത്തിന് മുമ്പ് മുതലേ പ്ലാനിട്ട് പ്രവർത്തിച്ചിവിടെ കൊണ്ടുവന്ന് മനുഷ്യനെ ഈ ലോകത്തോട്ട് ഇങ്ങോട്ട് പ്രപഞ്ചത്തിന്റെ കാതിലായ ഭാഗമായ മനുഷ്യനെ ഇങ്ങോട്ട് ഇറക്കി. മനുഷ്യന്റെ ശരാശരി പ്രായം എത്ര? ഉറക്കം വരുന്ന ആൾ പറ. മനുഷ്യന്റെ ശരാശരി പ്രായം ബിറ്റ്വീൻ 50 and 60, 50ന്റെയും 60ന്റെയും ഇടയ്ക്കുള്ളൊരു കാലഘട്ടമാണ് ഒരു മനുഷ്യന്റെ ശരാശരി പ്രായം. കൂടുതൽ കിട്ടുകയാണെങ്കിൽ 100, 120 ഒക്കെ വയസ്സിരിക്കുമെന്ന് വെച്ചു. അത് റയർ കേസ്, അല്ലേ? അപ്പൊ ശരാശരി പ്രായം 50, 55.
200 ലക്ഷം കോടി വർഷത്തിന് മുമ്പ് ദൈവം പ്ലാനിട്ട് പ്രവർത്തിച്ച് 200 കോടി 9 കൊല്ലത്തിന് മുമ്പ് ഭൂമി ഉണ്ടാക്കി ഈ കോലാഹാരങ്ങളെല്ലാം ചെയ്ത് ശരിപ്പെടുത്തിയിട്ട് അതിന്റെ കാതിലായ ഭാഗമായ മനുഷ്യനെ വെറും 55 കൊല്ലം ഇങ്ങനെ ജീവിപ്പിച്ചങ്ങ് അതോടുകൂടി അസ്തമിച്ച് ഇത്രയും നിസ്സാരമാണോ ദൈവത്തിന്റെ പ്ലാൻ? അവന്റെ പരിപാടി ഇത്രയും നിരർത്ഥമാണെന്ന് നമുക്ക് പറയേണ്ടി വരികയില്ലേ? ഈ മനുഷ്യന്റെ ഇത്രയും ഹ്രസ്വമായ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്റെ ഊഹിക്കാൻ വയ്യാത്ത ഭാവി, ഭൂതകാലവും ഭാവനാതീതമായ ഭാവിയും, ഇത് രണ്ടിന്റെ ഇടയ്ക്ക് ഉത്തമ ജീവിയും ഉത്കൃഷ്ടനുമായ മനുഷ്യനെ ഇങ്ങനൊന്ന് ജനിപ്പിച്ചിങ്ങോട്ട് കാണിച്ച് അവസാനിപ്പിക്കലാണെങ്കിൽ ദൈവത്തിന്റെ പരിപാടി തന്നെ അസ്ഥാനത്താണ്. അതിന് അർത്ഥമില്ല, അതിനർത്ഥമാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനേക്കാൾ കാതിലായ ഭാഗത്തിന് പ്രായം കൂടുതൽ വേണം. അത് വെറും ന്യായം മാത്രമാണ്, അല്ലേ? പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തുവിനേക്കാൾ മനുഷ്യന് പ്രായം കൂടുതൽ വേണം. അതിവിടെ കൊടുക്കാൻ പറ്റത്തില്ല. ഭൂമിക്കൊരു കണക്കുണ്ട്, അതിന്റെ അപ്പുറത്തോട്ട് അതിന് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് അവൻ അർഹമായ പ്രായമെന്ന് പറയുന്നത്. അതിർത്തിയില്ല, അതിലില്ല. പടച്ചോനക്ക് ഇത്ര കാലം ഉണ്ടാകുമെന്ന് വല്ല അതിലുണ്ടോ എന്നതുപോലെ അവനെ സ്തുതിക്കേണ്ട മനുഷ്യർക്കും അതിലില്ല. അതിന് വെച്ചിരിക്കുന്നതാണ് സ്വർഗം. സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഇത്ര കാലമൊന്നുമില്ല. എത്ര കാലമൊന്നില്ലാത്ത ഇത്രയും ഉന്നതമായ ഉത്കൃഷ്ടമായ സുഖ സൗകര്യങ്ങളോടുകൂടിയ സ്വർഗം നീ ശയിക്കുന്ന നിന്റെ സഹധർമ്മിണിക്ക് ഹൈദുൻ നിഫാസു എന്ന് പറയുന്ന മാസപ്പതിവുകൾ പോലും ഉണ്ടാകത്തില്ല. അത്ര പരിശുദ്ധമാണ് ആ സ്ഥലം. ആ സ്വർഗം എന്ന് പറയുന്നിടത്ത് ഏതെങ്കിലും ഒരു വൃത്തികെട്ട വർത്തമാനവും ഉണ്ടാകുകയില്ല. നല്ല സുഗന്ധമുള്ള വാക്കുകളല്ലാതെ മനുഷ്യന്റെ നിന്ന് വരികയില്ല. അങ്ങനത്തെ സ്വർഗത്തിലേക്ക് വരെ പ്രവേശിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് യാതൊരു മാറ്റവും ഇല്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് അങ്ങോട്ട് വിട്ടെങ്കിൽ മാത്രമേ മനുഷ്യന്റെ സ്ഥിതിക്കനുസരിച്ചുള്ള പ്രായം കിട്ടത്തുള്ളൂ. ഇല്ലാതെ 55 വയസ്സ് ജീവിപ്പിച്ച് മനുഷ്യനെ പരിപാടി ഒതുക്കാൻ വേണ്ടി അത്ര മണ്ടത്തരമൊന്നും ചെയ്യുന്നവനല്ല ദൈവം. മനസ്സിലാക്കണം. ഒരു ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. രണ്ടാമത്തത്, മനുഷ്യൻ ഈ ലോകത്ത് എന്തെല്ലാം തെമ്മാടിത്തരം ചെയ്യും, അതിനനുസരിച്ച് അവന് പ്രതിഫലം കിട്ടണ്ടേ? നന്മ ചെയ്താൽ അതിന് പ്രതിഫലം കിട്ടണ്ടേ? തിന്മ ചെയ്താൽ അതിന് പ്രതിഫലം കിട്ടണ്ടേ? ഇവിടെ പ്രതിഫലം ഉണ്ടാകും. മനുഷ്യൻ ചെയ്യുന്ന തെറ്റിനനുസരിച്ച് ശിക്ഷ ഇവിടെ കൊടുക്കാൻ ഒക്കുമോ? ഉണ്ടോ? ശിക്ഷ കൊടുത്താൽ ശിക്ഷയാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയത്തില്ല. ഞാൻ വിവരിക്കുമ്പോൾ മനസ്സിലാവും. ചെയ്യുന്ന ലോകത്ത് നിന്ന് നടക്കുന്ന തെറ്റുകളിൽ 10% കാണപ്പെടുന്നില്ല. കാണപ്പെടുന്നതിൽ 10% റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ 10% ശിക്ഷിക്കപ്പെടുന്നില്ല. ശിക്ഷിക്കപ്പെട്ടാൽ അവിടെ ശിക്ഷയാകത്തില്ല. അതെന്താ? ഒരാളിങ്ങോട്ടിറങ്ങി ഈ സദസ്സിലോട്ട് നല്ല വൈദ്യുതാലങ്കൃതമായ നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് ഒരു കടാര എടുത്ത് രണ്ടുപേരെയും കുത്തി. ഒരാളിനെ കുത്തി. നമ്മളെല്ലാവരും സാക്ഷിയാണ്. പോലീസ് നടത്തി എല്ലാവരും മൊഴി കൊടുത്തു. സാംശാതീതമായി കോടതി തെളിഞ്ഞു. അവനെ കുത്തിക്കൊന്നു. എന്താ ശിക്ഷ? Hang him, not let him go. ഒരു തൂക്കിക്കൊല്ല്, പോവാൻ അനുവദിക്കരുത്. ഒരാളിനെ ഒരാൾ കൊന്നാൽ അടുത്ത ഗവൺമെന്റ് ഇന്ത്യൻ പീനൽ കോഡിൽ അവനെ തൂക്കിക്കൊല്ലാനുള്ള ഓർഡറുണ്ട്. അതാണ് ശിക്ഷ. വേറൊരുത്തരും ഈ സദസ്സിലോട്ട് വന്നിട്ട് തിരിഞ്ഞും തലങ്ങും വിലങ്ങും ഒരു 10 പേരെ കുത്തിക്കൊന്നു. ഇതുപോലെ കേസ് തെളിഞ്ഞു കോടതിയുടെ മുമ്പിൽ. അവനെ എങ്ങനെ ശിക്ഷിക്കും? അതാ ന്യായമായിട്ട് പറയാം. അവനെ തൂക്കിക്കൊല്ലുക, അതെന്ത് ന്യായമാടും? 10 പേരെ കൊന്ന് ഒരാളിനെ കൊന്നവനെ തൂക്കിക്കൊല്ലുന്നെങ്കിൽ 10 പേരെ കൊന്നവനെ 10 പ്രാവശ്യം തൂക്കണ്ടേ? എന്തെങ്കിലും വലിയ ന്യായമാവുള്ളൂ? അതിവിടെ നടക്കുവാണ്. അത് ഹ്യൂമൻലി പോസിബിൾ. അത് മനുഷ്യന് സാധ്യമല്ല. അതിന് അല്ലാഹുവിന് മാത്രമേ കഴിയുള്ളൂ. അതാണ് നരകത്തിൽ കുല്ലമാൻ അവന്റെ ഒരു തോലും മാംസവും കരിഞ്ഞു മാറുമ്പോൾ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, പുതിയ തോലും മാംസവും അല്ലാഹു ഫിറ്റ് ചെയ്തു കൊടുക്കും. എന്തിനവൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിച്ചു തീരുന്നത് വരെ. അത് പഠിച്ചവനല്ലേ കഴിയൂ.
ഇവിടെ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞാൽ പടി ഓളത്തിൽ ഒരുത്തരെ കൊന്നവനും തൂക്കിക്കൊല്ലും, 10 പേരെ കൊന്നവനും തൂക്കിക്കൊല്ലും, 1000 പേരെ കൊന്ന. എന്നിട്ട് നോട്ട് ഇതൊന്നും എഴുതി വെക്കും, 1000 കൊല്ലത്തെ ശിക്ഷ അനുഭവിച്ചതിന് 1000 കൊല്ലത്തെ ശിക്ഷ കഴിയും. ആ പാടെ വലുവായ സത്രയുണ്ട്. അപ്പൊ 1000 കൊല്ലം, 30 കൊല്ലം, 40 കൊല്ലം, 50, 60, 70 കൊല്ലം എന്തെല്ലാം അർത്ഥാണ്. അത് കൊടുക്കേണ്ട കണക്കനുസരിച്ച് ഇതാണെന്നായി പറയുന്നത്. പക്ഷെ അത് മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് അത് തൂക്കിക്കൊല്ലാൻ പറയും. 10 പേരെ കൊന്നവനെ, 1000 പേരെ കൊന്നവനെ. ഇപ്പൊ ന്യായമായി മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഫലം ഇവിടെ വെച്ച് കിട്ടുന്നില്ല. ന്യായമായ ഫലം അവർക്ക് അനുഭവിച്ചേ പറ്റൂ. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിച്ചേ പറ്റൂ. അതിന് അള്ളാഹുവിന്റെ കോടതി വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോന്നും വിവരിച്ചു നോക്കിയാൽ മനുഷ്യന്റെ പുനർജന്മം ഉണ്ടെന്ന് സമ്മതിച്ചേ പറ്റും. ആ പുനർജന്മത്തെ സംബന്ധിച്ചാണ് ഖുർആനിൽ പറയുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീഹി വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസാ. പടച്ചോൻ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, അള്ളാഹുവിന് തന്നെയാണ് സത്യം. അവർ നിങ്ങളെ ഖബറിൽ നിന്ന് പുറത്തു കൊണ്ടുവരുത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങളെ ആദ്യമായിട്ട് നിങ്ങളെ സൃഷ്ടിച്ച ഞാൻ മണ്ണിൽ നിന്നല്ലേ. എന്നിട്ടത് ബീജത്തിൽ നിന്നുണ്ടാകുന്ന വ്യവസ്ഥ ഞാൻ ചെയ്തില്ലേ. എന്നിട്ട് നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കുന്ന ഒരു ബീജമല്ലേ, അത് കുറച്ചു കഴിയുമ്പോൾ രക്തക്കട്ടയായി മാറുന്നില്ലേ, അത് കുറെ കഴിയുമ്പോൾ മാംസക്കട്ടയായി മാറുന്നില്ലേ. ഓരോ പരിവർത്തനമല്ലേ, പരിവർത്തനം ചെയ്ത് പോവുകയല്ലേ. ഇവിടുന്ന് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. എന്നിട്ട് മനുഷ്യന്റെ രൂപം തെളിയാത്തതുമായി മാറ്റിയെടുക്കുന്നില്ലേ. എന്നിട്ട് പൂർണ്ണ രൂപം പ്രാപിച്ച ഒരു നിശ്ചിത സമയം വരെ ഞാൻ വയറ്റിലവിടെ നിർത്തുന്നില്ലേ. എന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നില്ലേ. എന്നിട്ട് നിങ്ങൾ വളരുന്നില്ലേ. നിങ്ങൾ ശിശുവായി കിടക്കുന്ന ആ സമയത്ത് നിങ്ങൾ ഒരാളാ മോനെ കണ്ട് ശിശുവായിരുന്നു, അവനെ കണ്ടുവച്ചു അവനും ഗൾഫിൽ പോന്നു. ഒരു 10-25 കൊല്ലം കഴിഞ്ഞപ്പോൾ മോനെ ഇവിടെ വന്ന് മുന്നറിയിപ്പില്ലാതെ നീ എവിടുത്തുകാരനാണെന്ന് ചോദിക്കത്തില്ലേ. ആ ചെറുപ്പത്തിലുണ്ടായ ഇവനിലുണ്ടായ മാറ്റം ആളറിയാൻ വയ്യാത്ത വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നില്ലേ. ഇങ്ങനെ ഒരു മനുഷ്യനിൽ എത്രയോ മാറ്റങ്ങൾ വരുന്നു. അതിലൊന്നും നിനക്കൊരു സംശയമില്ല. ആ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ആളായി വന്നെന്ന് തിരിയാത്ത വിധത്തിലുള്ള മാറ്റങ്ങൾ ഇവരിൽ വന്ന് ഇതുപോലൊരു മാറ്റം മാത്രമാണ് മരിപ്പ്. അവിടെ വരെ നീ കാണുന്നുണ്ട്, അതുകൊണ്ട് നീ വിശ്വസിക്കുന്നു. പിന്നെ അങ്ങോട്ടുള്ള നീ കണ്ടില്ല, പിന്നെയും നിന്റെ ജീവിതം തുടരുകയാണ്. ഇതൊക്കെ അക്കലിയായ രേഖകൾ തന്നെയല്ലേ. അതാണ് ഖബറിൽ നിന്ന് കൊണ്ടുവരും അല്ലാഹു തആല പറയുന്നവന് പ്രയാസമൊന്നുമില്ല. അതല്ലേ പറഞ്ഞത് ആ ഖബറിനെ സംബന്ധിച്ച്, ആ മാഴ്ചയെ സംബന്ധിച്ച് ആലോചിച്ചാണ് മഹാന്മാരായ ആൾക്കാരൊക്കെ നല്ലവരാകുന്നത്. എല്ലാവരും ഭൂമി കൊടുക്കത്തെ പറ്റി പറയുന്നില്ല. ഭൂമി അവിടെ കുലുങ്ങി, ഇവിടെ കുലുങ്ങി, മറ്റിടത്ത് കുലുങ്ങി, മറിച്ചിടത്ത് കുലുങ്ങി എന്ന് പറയും. എന്തോ അതിന്റെ അർത്ഥം? ഒരു കുലുക്ക് വരുന്നുണ്ട്. അതിന് മുന്നോടിയാ മേടമാസത്തില് പത്രത്തിൽ കഴിഞ്ഞ തലശ്ശേരി നല്ല മഴയാണ്. എന്റെ പത്രത്തിൽ തിരുവനന്തപുരത്ത് ഉഗ്ര മഴ പെയ്തു. 4 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ. നമ്മളിവിടെ മഴയില്ല. ഇവിടുത്തെ ആളുകളുടെ കുഴപ്പമാണ്. ബസ് ഓടി വരുമ്പോൾ ബസ്സില്ലാത്തത് മഴ. ബസ് നനഞ്ഞിരിക്കുന്നു. ഇവിടൊക്കെ അടുത്തൊക്കെ മഴയുണ്ടായിരുന്നു. ഞാൻ അവിടെ പെയ്ത് ഇവിടെ പെയ്ത് ഓരോ പെയ്തിങ്ങനെ പെയ്ത് കാണിച്ചു തരിക. നമുക്ക് പെരമേണ്ടോളണം. അതിലും വരുമ്പോഴൊക്കെ വൃത്തിയാക്കണം. വെള്ളം പൊട്ടി ഒഴുകി പോകാതെ അതൊക്കെ നോക്കിക്കൊള്ളണം. മഴ അടച്ചു പിടിച്ചാൽ ഭക്ഷണം വയ്ക്കാൻ വിറക് സൂക്ഷിച്ചോളണം. ജോലി ചെയ്യാൻ പോകാനൊക്കാത്തവൻ ആ സമയത്തേക്ക് എന്തെങ്കിലും 10 രൂപ കൈ കരുതിക്കൊള്ളണം. അതിന് മനസ്സിലായില്ലേ? എന്താ ഒരു കൂട്ടപ്പെയ്ത്ത് വരാൻ പോകുന്ന അല്ലാഹു തആല അവിടെ കുലുക്കി ഇവിടെ കുലുക്കി ഇച്ചിരിച്ച കുലുക്കി കളി ഒരു കുലുക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രക്ഷപ്പെടാനുള്ള കാര്യം ഇപ്പോഴും നോക്കിക്കൊള്ളണമെന്ന് അവിടെ തന്നെ പറയുന്നത്. അതിനെ തൊട്ടവരെ ശ്രദ്ധനാണ്. ആ കൂട്ടക്കുലുക്ക് ഇങ്ങോട്ട് വന്നാൽ മഴ ഇങ്ങോട്ട് പെയ്യേണ്ടതുപോലെ മഴ പെയ്തു തുടങ്ങിയാലോ ഓല ഉണ്ടെങ്കിൽ പേര് മേയാനൊക്കത്തില്ല. ഓല സ്റ്റോക്ക് ഉണ്ട്, മേയാനൊക്കുക. ഓലയും പോയി, എന്തോന്നും പോയി. ഭക്ഷണം ഉണ്ടെങ്കിൽ തിന്നാനൊക്കത്തില്ല, വേവിക്കാൻ വിറയില്ല മറ്റേ. അപ്പൊ ഇത് ബുദ്ധിയുള്ളവൻ വേണ്ടതുപോലെ നോക്കി ചെയ്തോളണം.
ഇങ്ങനെ വലിയ കുലുക്ക് വരുന്നുണ്ട്. ആ ഇന്ന സൽസലത്തെ സാഴത്ത് ആ ഖിയാമത്തിനൊരു കുലുക്കുണ്ട്. അത് ഗൗരവമുള്ളതാണെന്ന് പടച്ചതിന് പറയാം. അത് ഷെയ്ഖുന്നത് ഒരു വണ്ണമായ കാര്യമാണ് പടച്ചതിനെ പറയുന്നത്. ആ അവസാനം ഞാനൊരു കുലുക്ക് കൊടുക്കും. ഇപ്പൊ എല്ലാം മറ്റെല്ലാം പടച്ചോനല്ലേ കുലുക്കുന്നത്. പക്ഷെ അത് തന്നെ എന്നാലും എന്റേതായ ഒരു കുലുക്ക് ഞാനങ്ങോട്ട് കുലുക്കിയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അവസ്ഥയൊക്കെ അങ്ങോട്ട് മാറി. يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد القهار. ആകാശവും ഭൂമിയെല്ലാം താപിട്ട് പൊട്ടിയാക്കുന്നൊരു കുലുക്കന്റെ എല്ലാം കൂടെ കൂടി ചേർന്നൊരു ഒരു 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 സ്ഥലവും ഞാൻ തയ്യാറാക്കുന്നു. ഈ രീതിയൊന്നും അല്ലത്. ഈ കൗമിനെ മുഴുവൻ ജിന്നും മലക്കും മുഴുവൻ ഹാജരാകുന്ന തരത്തിലുള്ള ഒരു ഓഡിറ്റോറിയം ആകണ്ടേ, അല്ലെങ്കിൽ എന്താ ഒരു ഗ്രൗണ്ട് ആകണ്ടേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഞാൻ ഉണ്ടാക്കുന്നു. ഇതെല്ലാം ഉണ്ടാക്കി എനിക്കതൊരു പ്രശ്നവുമല്ല. ആ ദിവസത്തിൽ നിങ്ങൾ പെട്ടുകഴിഞ്ഞാൽ യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് വതദഉ കുല്ലു ദാത്തി ഹംലിൻ ഹംലഹാ വതറ الناس سكارى وما هم بسكارى ولكن عذاب الله شديد. യൗമ തറൗനഹ, ആ ദിവസത്തിൽ തങ്ങൾ കാണും. ഇത് നിങ്ങളെ ഇരിക്കുന്നത് തന്നെയല്ലേ, പിന്നെ ഇത് ദ്രോഹം ചെയ്യണം. ഇതങ്ങനെ ആദ്യം തന്നാ പോരെ. യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് വതദഉ കുല്ലു ദാത്തി ഹംലിൻ ഹംലഹാ. യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ, പോറ്റി വളർത്തിയ കുഞ്ഞുങ്ങളെ കൈ നിർത്തി ദൂരെ വലിച്ചെറിഞ്ഞു സ്വന്തം നഫ്സിനെ രക്ഷിക്കുവാൻ അമ്മമാരോട് ഒരു സംഭവം ഉണ്ടായി. മുമ്പ് ഒരു വീട്ടിൽ വൈക്കോല് വേഞ്ഞ ഒരു പുര. ഇത് ചരിത്രമല്ല, ഉണ്ടായ സംഭവമാണ്. അതിനുള്ളിൽ കുഞ്ഞിന്റെ തൊട്ടില് കെട്ടി, തൊട്ടില് കുഞ്ഞുങ്ങൾ കിടന്ന് തൂങ്ങി ഇങ്ങനെ ആട്ടുന്നു. അമ്മ പാവപ്പെട്ട വീടാ, അടുത്ത വീട്ടിൽ എന്തോ ജോലിക്ക് പോയതാ. തള്ള നോക്കുമ്പോൾ, അല്ലെ കൊച്ചുങ്ങൾ വന്നിട്ട് നോക്കുമ്പോൾ ശ്രദ്ധിച്ചു, ഈ തൊട്ടിയുടെ പാലത്തിൽ 2 പാമ്പ്. കുഞ്ഞ് സുഖമായിട്ട് ഉറങ്ങിക്കിടക്കുക. പാമ്പ് രണ്ടും കൂടി തൊട്ടിപ്പാലത്തിലോട്ട് വീണിട്ട് ഞാൻ ചുറ്റി കീഴോട്ട് തലയുമായിട്ട് കിടക്കുക. ഇത് മൂത്ത കുട്ടികൾ വന്ന് കണ്ടു, ഇടിച്ചു പാടിയോ ബഹളം. പാമ്പ് കുട്ടിയുടെ എന്ത് ചെയ്യാനാ? വാപ്പ പറമ്പിൽ നിന്ന് ജോലി ചെയ്യായിരുന്നു. വാപ്പ ഓടി വന്നു. അന്ന് നോക്കുമ്പോ ഇതാ അവസ്ഥ. വാപ്പ നടന്നിട്ട് ഗിയറെടുക്കുന്നില്ല മുമ്പോട്ട്. നടന്നിട്ടേ വാപ്പ പറഞ്ഞോട്ടാ പോകും. നടന്നിട്ട് വാപ്പ ബുദ്ധിയുള്ളവനാ. അപ്പ ചിന്തിച്ച്, എനിക്ക് ആരോഗ്യമുണ്ട്, എന്റെ ഭാര്യയൊക്കെ ആരോഗ്യമുണ്ട്, അല്പം മെനക്കെടണമെന്നേ ഉള്ളു. ഇങ്ങോട്ട് കയറി പാമ്പ് കൊത്തി അനങ്ങ് മരിച്ചു പോയാൽ അപ്പടി നടക്കത്തില്ല. അപ്പൊ വാപ്പ നടന്നിട്ട് മുമ്പോട്ട് പോകുന്നില്ല, പുറത്തോട്ടാ പോകുന്നത്. മനസ്സിലായി? അങ്ങനെ വഴിയെ പോയ ഒരു മുഴുവൻ വന്നു. അന്ന് എല്ലാവരും വെളിയിൽ ഒന്നേ പറയാനുള്ള എല്ലാവർക്കും, അനങ്ങല്ലേ. ഒച്ചയിട്ടാ കുട്ടി ഉണരും. കുട്ടി ഉണർന്നാൽ കൈയും കാലും ഇട്ടടിക്കും, പാമ്പ് കൊത്തും. അതുകൊണ്ട് എല്ലാവരും ഷൂ മിണ്ടല്ലേ എന്നാണ്. അടുത്ത വീട്ടിൽ ജോലിക്ക് പോയ ഉമ്മ ഇങ്ങോട്ട് വന്ന്. അവരുന്ന് ആരാണെന്നറിയാം? ഉമ്മയാ. അപ്പല്ല, വാപ്പ നടന്നിട്ട് പുറത്തോട്ടോ. അതാണ് സാർ. ഉമ്മ ഓടിങ്ങോട്ട്, എന്താ മക്കളെ ചോദിച്ചു. ഉമ്മ കുഞ്ഞിനെ തൊട്ടിപ്പാടത്തെ 2 പാമ്പ് വന്നു. കുഞ്ഞോന്ന് ചോദിച്ചു. കുഞ്ഞുറങ്ങുന്നു. ഒറ്റ അടി തന്നെ എന്ന് പറഞ്ഞ ഒറ്റ അടി തന്നെ. എന്നിട്ട് ഈ നിന്ന ആളിനെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി അകത്തോട്ട് കയറി ഈ കൊച്ചിനെ എടുത്തോണ്ട് പോകും. കൊച്ചിനെ എടുത്ത് ദൂരെ കൊണ്ടുവച്ച് ഉപ്പായം പൊക്കി പാല് കൊടുക്കും. അപ്പൊ ആളുകൾ ചോദിച്ചു, പാമ്പ് അയാള് പാമ്പോടെ വടക്കെത്തിയ പാമ്പോടെ. പാമ്പിനകത്തുനിന്ന് കുഞ്ഞിനെടുത്തോണ്ട് പോകുന്ന തള്ളയാ. അപ്പ വന്നപ്പോ പാപ്പ പറഞ്ഞിട്ട് ഉമ്മാഞ്ഞോട്ട് വന്ന പാമ്പോ തേങ്ങാപ്പിണ്ണാക്ക് കൊച്ചാ ഒക്കെ വലുത്. കൊച്ചിനെടുത്ത് കൊണ്ടുപോയി. അതാ മെറ്റേണിറ്റി ഒപ്പീനിയൻ. അമ്മയുടെ ബന്ധം ഫാക്ട്, അഥവാ ബന്ധമാ. അച്ഛന്റെ ബന്ധം എന്ന് പറയുന്നൊരു അഭിപ്രായമാണെന്ന് ബ്രിട്ടീഷുകാരൻ പറയാം. അതൊരു അഭിപ്രായം എന്നേ ഉള്ളൂ. മെറ്റേണിറ്റി ഫാക്ട്, മെറ്റേണിറ്റി ഒപ്പീനിയൻ.
എന്നതുപോലെ ഇങ്ങനെ ഈ പറഞ്ഞ സ്ഥലത്ത് ആ കുഞ്ഞിനെ ആ പാമ്പിനെ വകവയ്ക്കാതെ ആ ഉമ്മ എടുത്തുകൊണ്ട് നമ്മൾ കണ്ടതാ. ഇങ്ങനെ പാമ്പിന്റെ കൊത്തിനെയും തീയുടെ കത്തിനെയും കഠാരയുടെ കുത്തിനെയും വകവയ്ക്കാതെ കുഞ്ഞുങ്ങളെ ചാടി വീണ് രക്ഷിക്കുന്ന ഉമ്മമാരെ നാളെ എന്റെ ഹദറത്തിൽ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ കുഞ്ഞിനെ കയ്യിൽ നിന്ന് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് റബ്ബി ശല്യം നഫ്സി, എന്റെ ശരീരത്തെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടുന്ന ഒരു പറ്റം ആൾക്കാരെ തങ്ങൾക്ക് കാണാൻ കഴിയും. ഈ മനുഷ്യരെ പറ്റി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا فقال الرسول يا ربي إن قومي اتخذوا هذا القرآن مهجورا كذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا يوم يعض الظالم അക്രമികൾ കൈ കടിച്ചു പറിക്കുന്ന ദിവസം നിങ്ങൾ കാണും. റസൂല് കാണിച്ചു തന്ന മാർഗത്തിൽ ഞങ്ങൾ പിൻപറ്റി നടന്നിരുന്നെങ്കിൽ എത്രമാത്രം ഞങ്ങൾ രക്ഷപ്പെട്ടു പോകുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈ കടിച്ച് പറിക്കുന്ന സന്ദർഭം നിങ്ങൾ കാണും. എല്ലാം വിട്ടുപോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅഖീഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. മാതാപിതാക്കളെ വിട്ട് മക്കളോടും, മക്കളെ വിട്ട് മാതാപിതാക്കളോടും, സഹോദരങ്ങളെ വിട്ടോടും എല്ലാം വെറുത്തുകൊണ്ട്, എല്ലാം കൈവിട്ടുകൊണ്ട് സ്വന്തം നഫ്സിനു വേണ്ടി ഓടുന്ന ഒരു നാള് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക. ആ മഹ്ശറിൽ നമുക്ക് നിന്ന് പഴക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഇതെല്ലാം സംഭവിക്കാൻ പോവുകയാണ്. അത് വരാതെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. അങ്ങനെ ആ മഹ്ശറെ സംബന്ധിച്ച് നിങ്ങൾ ശരിക്കും എപ്പോഴും ബോധവാന്മാരാകണം. അതിനെപ്പറ്റി ഓർക്കാതെ അന്തം വിട്ട് നടന്നിട്ട് എന്തെല്ലാം ചെയ്തിട്ടും കാര്യമില്ല. മൗത്തിനെ പറ്റിയും മഹ്ശറയെ പറ്റിയും എപ്പോഴും നമ്മൾ ബോധവാന്മാരായിരിക്കണം. എന്നിട്ട് അവർ ചോദിച്ചു പോകുന്നു, വതറദ്ദാലിമീന ലമ്മാ റഅഉൽ അദാബ യഖൂലൂന ഹൽ ഇലാ മറദ്ദിൻ മിൻ സബീൽ. ഞങ്ങൾക്ക് ദുനിയാവിലേക്കുള്ളൊരു വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണേ പടച്ചവനെ. എന്തിനാണ് ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് നല്ലവരായി തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾക്കൊരു ചാൻസും കൂടി തരണേ പടച്ചവനെ എന്ന്. وترى الظالمين لما رأوا العذاب يقولون هل إلى مرد من سبيل. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ എന്റെ ഈ പ്രസംഗം എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാൻ വയ്യ. പക്ഷേ പറയേണ്ട വയത് ഇന്നാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മൗത്തിലെയും മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളെപ്പറ്റി എപ്പോഴും ബോധവാന്മാരായി, എപ്പോൾ മരിച്ചാലും നമ്മുടെ ഈമാന്റെ കാര്യം സലാമത്താകണം. ആ ചിന്തയോടുകൂടി പോക്കും വരവും ഇരിപ്പിലും കിടപ്പിലും നടപ്പിലുമൊക്കെ ആ തൗഹീദ് നമ്മുടെ കൽവിലുണ്ടാകണം. തൗഹീദോടുകൂടി നമ്മൾ മരിച്ചു കിട്ടിയാൽ കഴിച്ചിലാകാൻ കഴിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നെന്ന് കണക്കാക്കാം. അത് കിട്ടാനോ അധ്വാനിക്കണോടോ, നാക്കിൽ കൂടുതൽ ജോലി ചെയ്യണം. എന്നാ സമയത്ത് അറിയാതെ വന്നോളൂ. ഇല്ലാതെ ഞങ്ങളുടെ അവിടെ ഒരാൾ മരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അയാളെ വിളിച്ചോണ്ട് വരാൻ ഇപ്പൊ ചെന്ന് പറയാമെങ്കിൽ വലിക്കാൻ കിടക്കുക. ആ കിഴക്കുള്ള ആനമല ഇങ്ങോട്ട് വലിച്ചോണ്ട് വരാമോന്ന് ചോദിച്ചാൽ അപ്പൊ ഇറങ്ങാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഒരു പക്ഷെ നേരെ ആ തസ്ബീഹ് അങ്ങോട്ട് എടുത്തിട്ട് രണ്ട് ദിക്റിയെല്ലാം പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ, സാധ്യമല്ല. കാര്യം നമുക്ക് സാരമില്ലെന്നാ തോന്നുന്നത് ദിക്റിയെല്ലുന്ന്. അത് ചെല്ലി ശീലിക്കാത്തവനോട് ആ മല വലിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ വരും കൂടെ. നേരെ കുറച്ചൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞാൽ അവന് നടക്കത്തില്ല, സാധിക്കത്തില്ല.
ആ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ ആക്കാതിരിക്കട്ടെ. ദാക്കിരീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. എപ്പോഴും അല്ലാഹു തആല സ്തുതിച്ചുകൊണ്ട് ദിക്റും സ്വലാത്തും നാക്കിൽ നടത്തുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ആക്കട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله